എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെസ്റ്റിൻ്റെ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് ഇന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നതിൽ 1861 ഇന്ത്യൻ കൗൺസിൽ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അപ്പോൾ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായി. റെഗുലേറ്റിംഗ് ആക്ട്, പിറ്റ്സ് ഇന്ത്യ ആക്ട് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ 20 ക്വസ്റ്റ്യനിനുള്ളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ നിയമങ്ങൾ നിങ്ങൾ നോക്കി വയ്ക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 3-4 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം, ഓക്കെ, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് രൂപത്തിൽ വരാം, എങ്ങനെയും വരാം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട 1-2-3 പോയിന്റ്സ് ധാരാളം മതി. അത്ര നിയമങ്ങളൊക്കെ നോക്കി വയ്ക്കുക. അപ്പോൾ 1860 ഇന്ത്യൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളിൽ ഇവിടെ തന്നിരിക്കുന്ന ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഓക്കെ, എല്ലാം ശരിയാണെന്നാണ്. അപ്പോൾ മനസ്സിലാക്കി വയ്ക്കുക. 1861 ഇന്ത്യൻ കൗൺസിൽ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ ജനങ്ങളുമായി കൂടിയാലോചിച്ചാണ് ഭരണം നടത്തേണ്ടത് എന്നൊരു തത്വം ആദ്യമായി അവതരിപ്പിക്കുന്നത്. ഓക്കെ, അതുവരെ ഇന്ത്യക്കാർ ഈ പറയുന്ന പിക്ചറിലേ ഇല്ല. ഇനി മുതൽ പക്ഷേ ഇന്ത്യക്കാരെ അൺഒഫീഷ്യലി ആയിട്ടാണ്, ഔദ്യോഗികമായിട്ടല്ല അനൗദ്യോഗികമായിട്ട് ഇന്ത്യക്കാരെ വൈസ്രോയുടെ കൗൺസിലിലേക്ക് വൈസ്രോയ്ക്ക് നാമനിർദ്ദേശം ചെയ്യാമെന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് ഈ നിയമത്തിലൂടെയാണ്. അത്തരത്തിൽ 1-2 ആൾക്കാരൊക്കെ വൈസ്രോയി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കൗൺസിലിലേക്ക് അനൗദ്യോഗികമായിട്ട് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കാരും കൂടെ ഉൾപ്പെടുന്ന പ്രാതിനിധ്യ സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഈ പറയുന്ന നിയമം കഴിഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ വികേന്ദ്രീകരണ പ്രക്രിയ ആരംഭിക്കുന്നത്, ഡീസെൻട്രലൈസേഷൻ പ്രക്രിയ ആരംഭിക്കുന്നത് ഈ നിയമത്തിലൂടെയാണ്. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ സമ്പ്രദായത്തിന് അംഗീകാരം നൽകുന്നുണ്ട്. പോർട്ട്ഫോളിയോ സമ്പ്രദായം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഓരോ മന്ത്രിക്ക് ഇന്ന ഒരു മന്ത്രിസ്ഥാനം, ഇന്ന പദവി അല്ലെങ്കിൽ ഇന്ന വകുപ്പ് കൊടുക്കുക, ആ രീതിയിലൊരു പോർട്ട്ഫോളിയോ സമ്പ്രദായത്തിന് അംഗീകാരം നൽകുന്നുണ്ട് ഈ പറയുന്ന നിയമത്തിലൂടെ. അതുപോലെ അടിയന്തര ഘട്ടങ്ങളിൽ കൗൺസിലിൻ്റെ സമ്മതമില്ലാതെ വൈസ്രോയ്ക്ക് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇന്നത്തെ അവസ്ഥയിലാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിലെ അവസ്ഥയാണെങ്കിൽ എന്താ, നിയമസഭ ഇല്ലാത്ത സമയത്ത് ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാമെന്ന കഴിവ്. ഈ കേന്ദ്രത്തിലാണെങ്കിൽ രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ സാധിക്കും. ആ രീതിയിൽ വൈസ്രോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൗൺസിൽ ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ കൗൺസിലിൻ്റെ സമ്മതമില്ലാതെ തന്നെ ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് പറയുന്ന ആ ഒരു സംഭവം കൂടെ 1861 ഇന്ത്യൻ കൗൺസിൽ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 4 പോയിന്റാണ് ഈ നിയമവുമായി ബന്ധപ്പെട്ട്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത നോക്കിയേ. ബ്രിട്ടീഷ് ഭരണകാലത്തെ താഴെ തന്നിരിക്കുന്ന ഇന്ത്യയിലെ വൈസ്രോയികളെ പരിഗണിക്കുക അവരുടെ കാലഗണനാ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞത്, ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ആൾക്കാരെ പേരും വെച്ച് നമുക്ക് ആ ഓർഡറിൽ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഏതാണ് ഓരോ സന്ദർഭങ്ങൾ പഠിക്കുക, അല്ലേ? അതായത് ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ആ സമയത്തെ വൈസ്രോയി ആരാണ്, ആ രീതിയിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ കേഴ്സൺ പ്രഭുവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ബംഗാൾ വിഭജനം. അതിൻ്റെ വർഷം നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. 1905 ബംഗാൾ വിഭജനമാണ് നമുക്കറിയാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഏകദേശം നമുക്ക് കിട്ടി. ചെംസ്ഫോർഡ് പ്രഭുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണ്, മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് 1919 അപ്പോൾ ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ ചെംസ്ഫോർഡ് പ്രഭുവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് പറയാം, 1916 ലക്നൗ സന്ധി, അല്ലേ? ലക്നൗ ഉടമ്പടി മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ സന്ധി ഒപ്പിടുന്നുണ്ട്. അത് 1916 ലക്നൗ സന്ധി എന്നറിയപ്പെടുന്നതാണ്. ആ സമയത്തും ചെംസ്ഫോർഡാണ്. അതിനുശേഷം ഈ പറയുന്ന മൊണ്ടേഗോ ചെംസ്ഫോർഡ് റിഫോംസ് വരുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. അതേസമയത്ത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നു. ഈ സമയത്തൊക്കെ ചെംസ്ഫോർഡാണ് ആര് വൈസ്രോയി ആയിട്ടിരിക്കുന്നത്. ഈ ഹാർഡിഞ്ചിനെ പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും മനസ്സിൽ വരുന്നത് 1911 ക്യാപിറ്റൽ, നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം എവിടെ നിന്ന് മാറ്റി കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റുന്നതും, ആ സമയത്ത് നടക്കുന്ന ഡൽഹി ദർബാറും, ആ സമയത്ത് റാഷ് ബിഹാരി ബോസ് ഹാർഡിഞ്ച് പ്രഭുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നതും, അത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഹാർഡിഞ്ച് രണ്ടാമനാണ് ഇദ്ദേഹം. ഹാർഡിഞ്ച് ഒന്നാമൻ ഉണ്ടായിരുന്നു. അയാൾ വൈസ്രോയി ആയിരുന്നില്ല, ഗവർണർ ജനറൽ എന്ന പദവിയിലായിരുന്നു. ഇവിടെ വൈസ്രോയിന്ന് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹാർഡിഞ്ച് രണ്ടാമനാണിത്. അപ്പോൾ ഈ പറയുന്ന വർഷമാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. ഇനി ഇർവിൻ പ്രഭു ആണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് വരുന്നു 1928. അതിനുശേഷം സിവിൽ നിയമന ലംഘന പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന സമയം. അതുപോലെ അതിനുശേഷം ഗാന്ധിജിയും ഇർവിനും തമ്മിലൊരു സന്ധി, ഗാന്ധി ഇർവിൻ സന്ധി എന്ന് പറയുന്ന ആ ഉടമ്പടി 1931 വരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ആരാണ്, ഇർവിൻ പ്രഭുവാണ്. അപ്പം നമുക്കിവരെ വർഷം കിട്ടി. ഇനി നമുക്ക് എന്തായി കാലഗണന ക്രമത്തിൽ വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അത് 1905 ആദ്യം വരും. അപ്പോൾ കേഴ്സൺ പ്രഭു ആദ്യം വരണം, അല്ലേ? അപ്പോൾ 1 ആദ്യം വരണം. 1 ആദ്യം വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത് ആരാ വരേണ്ടത്, ഹാർഡിഞ്ച് വരണം. 1911 രണ്ടാമത് വരേണ്ടത്. അപ്പോൾ 3 രണ്ടാമത് വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നിങ്ങൾ പഠിക്കുക. അതിൻ്റെ കൂടെ അത് ഏത് വൈസ്രോയിൻ്റെ കാലത്താണ്, അല്ലാതെ ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ ഹാർഡിഞ്ച് പ്രഭുവുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ബംഗാൾ വിഭജനം കൊണ്ടുവരുന്നത് കേഴ്സൺ പ്രഭുവിൻ്റെ സമയത്താണെങ്കിൽ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നത് ഹാർഡിഞ്ച് പ്രഭുവിൻ്റെ സമയത്താണ്, അല്ലേ? ഈ റോയൽ ദർബാറൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ്, ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു പ്രസ്താവന ഇറക്കുന്നതൊക്കെ ഈ ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ്റെ കാലത്താണ്. ഓക്കെ, അടുത്ത നോക്കാം.
താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനന്തരഫലങ്ങൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അനന്തരഫലം. അപ്പോൾ 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്. എന്താണ്? യൂറോപ്യൻ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ചു, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയം സ്വീകരിച്ചു, ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് സർക്കാർ നേരിട്ട് ഏറ്റെടുത്തു, വംശീയ വിദ്വേഷം 10 മടങ്ങ് വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് അനന്തരഫലങ്ങൾ? അപ്പോൾ നമുക്കറിയാം, ഈ 1857 റിവോൾട്ട് നടക്കുന്ന സമയത്ത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് പോരാടിയിരുന്നത് ആരാണ്? ഇന്ത്യയിലെ പട്ടാളക്കാർ തന്നെയാണ്, അല്ലേ? അപ്പോൾ അവരുടെ എണ്ണം കുറയ്ക്കണം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ആവശ്യം തന്നെയായിരിക്കും ഇനി തുടർന്ന് ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക്. അങ്ങനെ എന്ത് സംഭവിച്ചു? അതുവരെ ഉണ്ടായിരുന്ന രീതിയിൽ ഇന്ത്യക്കാരുടെ എണ്ണം കുറച്ച്, യൂറോപ്യൻ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അപ്പോൾ അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ ഭിന്നിപ്പിച്ച് ഭരിക്കുക, കാരണം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും ആലോചിക്കുമ്പോൾ നമുക്ക് പറയാം അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാ മതക്കാരും ഒക്കെ എന്താണ് ഒരേ രീതിയിൽ ഒരേ യൂണിറ്റി എന്ന രീതിയിലായിരുന്നു അവർ പോരാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർ തമ്മിലൊരു ഭിന്നിപ്പിക്കൽ വേണം. ഓക്കെ, അപ്പോൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊരു നയം ബ്രിട്ടീഷുകാർ സ്വീകരിച്ചിട്ടുണ്ടാവണം, അല്ലേ? നമുക്ക് ആലോചിച്ചാൽ തന്നെ കിട്ടും, അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് സർക്കാർ നേരിട്ട് ഏറ്റെടുത്തു. നമുക്കറിയാം 1858 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമത്തിലൂടെ എന്ത് സംഭവിച്ചു? ഇനി മുതൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ല ഭരിക്കുന്നത്, ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് ക്രൗൺ, അല്ലേ, രാജ്ഞിയുടെ നേതൃത്വത്തിലാണ് ഭരിക്കുന്നത് എന്നുള്ള ഒരു ഓർഡർ ഇറക്കി. അപ്പോൾ അത് ശരിയാണ്. വംശീയ വിദ്വേഷം 10 മടങ്ങ് വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. കാരണം ഈ പറയുന്ന സംഭവം ഈ 1857 റിവോൾട്ട് നടക്കുമ്പോഴും അത് കഴിഞ്ഞിട്ടൊക്കെ ബ്രിട്ടീഷ് മാധ്യമങ്ങളിലും ബാക്കി എല്ലാ പേപ്പറും കാര്യങ്ങളിലൊക്കെ വരുന്നത് ഇന്ത്യക്കാരെന്ന് പറയുന്ന മനുഷ്യത്വമില്ലാത്ത മൃഗങ്ങളാണ്, അല്ലെങ്കിൽ അവരൊരു മനുഷ്യന്മാരല്ല, അവരുടെ സംസ്കാരമില്ലാത്തവരാണ്, അങ്ങനത്തെ രീതിയിൽ ഒരുപാട് ന്യൂസുകൾ ഇന്ത്യക്കാരെ എന്താ പറയുന്നത് വംശീയമായ രീതിയിൽ വിദ്വേഷം ഇറക്കിക്കൊണ്ടും വംശീയമായി അധിക്ഷേപിച്ചുകൊണ്ടൊക്കെ ഒരുപാട് ന്യൂസ് ഇറങ്ങുന്ന ഒരു സമയമായിരുന്നു അതായത് ബ്രിട്ടനിൽ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഈ 1857 റിവോൾട്ടും അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാലം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, അത് മുന്നേ ഉണ്ടായിരുന്നു, പക്ഷേ ഏറ്റവും കൂടുതൽ അത് വർദ്ധിച്ചത് ഈ പറയുന്ന ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ പറയുന്ന മനുഷ്യത്വമില്ലാത്ത മൃഗങ്ങളെ ആർക്ക് മാത്രമേ ഭരിക്കാൻ പറ്റുള്ളൂ? ബ്രിട്ടീഷുകാർക്ക് മാത്രമേ, ബ്രിട്ടീഷ് എന്ന് പറയുന്ന സുപ്പീരിയർ ആൾക്കാർക്ക് മാത്രമേ ഇവരെ ഭരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ രീതിയിലുള്ള വളരെ മോശമായി ഇന്ത്യക്കാർ ചിത്രീകരിക്കുന്ന ഒരു രീതി ആ ഒരു സമയത്ത് ആ ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ വംശീയ വിദ്വേഷം 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? 23ൻ്റെ ഉത്തരം ഡി ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, 23ൻ്റെ ഉത്തരം ഡി ആണ്, എല്ലാം ശരിയാണ്. അടുത്ത് നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള കാലഘടന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുകയാണ്. ഫ്രഞ്ച് വിപ്ലവം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, റഷ്യൻ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. നിങ്ങൾക്കറിയാം ആദ്യം നടന്ന ഏതാണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണെന്ന് അറിയാം. അപ്പോൾ 1 വരുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ, അല്ലേ? സോറി, 2 ആദ്യം വരുന്നത് എവിടെയാണ്? 2 ഇവിടെ വരുന്നുണ്ട്, 2 ഇവിടെ വരുന്നുണ്ട്. പിന്നെ അടുത്ത ഏതാണ്? നിങ്ങൾക്കറിയാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് രണ്ടാമതായിട്ട് വരുന്നത്. അപ്പോൾ 4 രണ്ടാമതായിട്ട് വരുന്നത് എവിടെയാണ്? ഇവിടെ മാത്രമേ ഉള്ളൂ 4 രണ്ടാമതായിട്ട് വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? 24ൻ്റെ ഉത്തരം സി ആണ്. ഓക്കെ, അപ്പോൾ ഓർഡർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആദ്യം നടക്കുന്ന ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, രണ്ടാമത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, മൂന്നാമത് നടക്കുന്ന ഫ്രഞ്ച് വിപ്ലവം, അതിനുശേഷമാണ് റഷ്യൻ വിപ്ലവം നടക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന അമേരിക്കൻ ചരിത്ര സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക എന്നാണ് പറയുന്നത്. പാരീസ് ഉടമ്പടി, ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം, അടിമത്തം നിരോധിച്ചു എന്ന് പറയുന്നതാണ് ഓർഡറിൽ തരുന്നത്. ഓക്കെ, അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് എന്തായിരിക്കും? ബോസ്റ്റൺ ടീ പാർട്ടി ആയിരിക്കും, അല്ലേ? ഒരുപാട് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാമ്പ് ആക്ട്, ഷുഗർ ആക്ട്, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അപ്പോൾ അതിനെതിരൊക്കെയാണ് ആദ്യമായിട്ട് അമേരിക്കയിൽ ശബ്ദമുയർത്തുന്നതും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത്. അങ്ങനെ നടക്കുന്ന ആദ്യത്തെ സംഭവമാണ് എന്തുവന്ന്? ബോസ്റ്റൺ ടീ പാർട്ടി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം ഓർത്തു വയ്ക്കുന്ന സംഭവമാണ് 1773 ഡിസംബർ 16 നടക്കുന്ന ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്ന സംഭവം. അതിനുശേഷം തൊട്ടടുത്ത വർഷം 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടക്കുന്നത്, അല്ലേ? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇതിലെന്തായിരുന്നു? 13 കോളനികളും ഫിലാഡൽഫിയയിൽ കൂടിച്ചേർന്നു. അവിടെ പങ്കെടുക്കാത്ത ഒരേ കോളനി ഉണ്ടായിരുന്നത് ജോർജിയ എന്ന് പറയുന്ന കോളനിയായിരുന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഈ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസും ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് കൂടുന്നത്. അവിടെ വെച്ചിട്ടാണ് ജോർജ് വാഷിങ്ടണിനെ ന്യൂ മോഡൽ ആർമി, അതായത് നമ്മുടെ ന്യൂ കോണ്ടിനെൻ്റൽ ആർമിയുടെ എന്താക്കുന്നത്? കമാൻഡർ ഇൻ ചീഫായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതായത് നമ്മുടെ ഈ കോണ്ടിനെൻ്റൽ കോൺഗ്രസിൻ്റെ കോണ്ടിനെൻ്റൽ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായിട്ട് ആരെ തിരഞ്ഞെടുക്കുന്നു? ജോർജ് വാഷിങ്ടൺ തിരഞ്ഞെടുക്കുന്നത് ഈ 1775 ഓക്കെ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം 1776 ജൂലൈ 4 ആലോചിക്കേണ്ടത്. ഇവിടെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വരുന്നത്, അല്ലേ? 1776 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഈ ജൂലൈ 4 അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ആ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട 2 പേരാണ് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇവർ രണ്ടാളാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ 776 ജൂലൈ 4 ഇതിലൂടെയാണ് എന്ത്, ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലൂടെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഈ പറയുന്ന റിവോൾട്ടൊക്കെ ആരംഭിക്കുന്നതും. അത് 1781 വരെ നീണ്ടു നിൽക്കുകയും അതിനുശേഷം 1783 പാരീസ് ഉടമ്പടി വരുന്നത്. ഈ പാരീസ് ഉടമ്പടിയിലൂടെയാണ് ഇത് ഈ പറയുന്ന 13 കോളനികളുടെയും സ്വാതന്ത്ര്യം ആര് അംഗീകരിക്കുന്നത്? ബ്രിട്ടൻ അംഗീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവത്തിൽ ആദ്യം നടക്കുന്നത് എന്താണ്? ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ആദ്യം നടക്കണം അല്ലേ, 1774. അത് കഴിഞ്ഞ് ഇത് ഒന്നാമത് നടക്കണം, ഇത് രണ്ടാമത് നടക്കണം, ഇത് മൂന്നാമത് നടക്കണം. അപ്പോൾ അടിമത്തം നിരോധിച്ച കാര്യം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അടിമത്തം നിരോധിച്ചതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് എബ്രഹാം ലിങ്കൻ്റെ സമയത്താണ് നടക്കുന്നത്. 1800-കളിലാണ് ഈ പറയുന്ന എന്ത് നടക്കുന്നത്? അടിമത്തം നിരോധിച്ചു എന്ന് പറഞ്ഞാൽ, കാരണം എബ്രഹാം ലിങ്കൻ വരുന്നത് 1800-കളിലാണ്. 1863 അടിമത്തം നിരോധിക്കുന്നത് വരുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറിൽ വരുമ്പോൾ നമുക്ക് എഴുതാൻ 2 ആദ്യം വരണം അല്ലേ, 2 ആദ്യം വരണം. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ രണ്ടാമതായിട്ട് വരണം, ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ രണ്ടാമതായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ 25ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? സി ആണ്. 25ൻ്റെ ഉത്തരം ഏതാണ്? സി ആണ്. ഓക്കെ, ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ലോഗനാണ് എന്തെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്നത്. ഓക്കെ, റെപ്രസെൻറ്റേഷൻ വിത്തൗട്ട് ടാക്സേഷൻ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ പറയുന്ന സ്ലോഗൻ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറയുന്നത് ആരുടെ സംഭാവനയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിംസ് ഓട്ടിസിൻ്റെയാണ്. ജെയിംസ് ഓട്ടിസിൻ്റെ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ഷൻ വഴിയാണ് നമുക്ക് പ്രാതിനിധ്യം കിട്ടുന്നത്. വോട്ട് ചെയ്യുമ്പോഴൊക്കെയാണ് പ്രാതിനിധ്യം കിട്ടുന്നത് അല്ലേ. അപ്പോൾ വോട്ട് പ്രാതിനിധ്യമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? വോട്ടിൻ്റെ കൂടെ നമുക്ക് ഓട്ടീസ് എന്ന് വായിക്കാം അല്ലേ. വോട്ട് ഓട്ടീസ് എന്നുള്ള ഒരു പ്രാസം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണക്ട് ചെയ്ത് കിട്ടും. പിന്നെ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പ്രധാനമായി ആലോചിക്കേണ്ട 2 പേരുകളാണ് തോമസ് പെയിനും അതേപോലെ ജോൺ ലോക്ക്. തോമസ് പെയിൻ എന്താണ്? തോമസ് പെയിനിൻ്റെ ഒരു ലഘുലേഖനമാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ തോമസ് പെയിൻ എന്നുള്ള പേരും തോമസ് പെയിൻ്റെ ലഘുലേഖനത്തിൻ്റെ പേരാണ് കോമൺ സെൻസ്. ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു ഭൂഖണ്ഡം, അമേരിക്ക എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡത്തെ ഒരു ചെറിയ ബ്രിട്ടീഷ് രാജ്യം കീഴടക്കി ഇത്രയും കാലം ഭരിക്കുന്നത് കോമൺ സെൻസ് നിരക്കാത്തതാണെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ ജോൺ ലോക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് വെക്കേണ്ടത്, എല്ലാവർക്കും മൗലിക അവകാശങ്ങളുണ്ട്, എല്ലാവർക്കും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. ഒരു സർക്കാരിനും അത് പൂട്ടാൻ അല്ലെങ്കിൽ അത് ഹനിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നത് ജോൺ ലോക്കാണ്. അപ്പോൾ എല്ലാവർക്കും മൗലിക അവകാശങ്ങൾ, ഒരു സർക്കാരിനും അത് പൂട്ടിവെക്കാൻ എന്താ പറയുക അവകാശമില്ല. ആ പൂട്ടിവെക്കാനുള്ള ആളുടെ നിങ്ങൾക്ക് എന്ത് ലോക്ക് ആ രീതിയിൽ നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്യാം. ലോക്ക് എന്ന് പറയുമ്പോൾ പൂട്ട്. അപ്പോൾ പൂട്ടി വയ്ക്കാൻ അവകാശമില്ല എന്ന് പറയുന്നത് ജോൺ ലോക്കുമായിട്ട് നിങ്ങൾക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ഏതാണ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, താഴെ പറയുന്നവയിൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിൻ്റെ മറ്റൊരു പേരാണ് രക്തരഹിത വിപ്ലവം അല്ലെങ്കിൽ പാലസ് റെവല്യൂഷൻ അഥവാ കൊട്ടാരം വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. ഈ വിപ്ലവത്തിലൂടെ ചാൾസ് രണ്ടാമൻ രാജാവിനെ പുറത്താക്കപ്പെട്ടു എന്നാണ് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ് നമുക്ക് മനസ്സിലായി. കാരണം എന്താണ്? ഈ വിപ്ലവത്തിലൂടെ പുറത്താക്കപ്പെടുന്നത് ജെയിംസ് രണ്ടാമനെയാണ്, ചാൾസ് രണ്ടാമനെ അല്ല. പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അത് ശരിയാണ്, നമുക്ക് അല്ലാതെ തന്നെ ആലോചിക്കാം. കാരണം രാജാവിൻ്റെ ഭരണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിപ്ലവമൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ വിപ്ലവം വന്ന് രാജാവിൻ്റെ ഭരണം ഇല്ലാതാകുമ്പോൾ അവിടെ എന്താ സ്വാഭാവികമായിട്ട് വരിക? പാർലമെൻറ്റ് അധികാരങ്ങളായും വർദ്ധിപ്പിക്കുക. അപ്പോൾ അതെന്തായാലും ശരിയായിരിക്കും. അപ്പോൾ ഇതിവിടെ വരാൻ പാടില്ല അല്ലേ. തെറ്റായതാ ചോദിക്കുക. അപ്പോൾ 2 നമുക്ക് ഒഴിവാക്കാം. 2 ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഏതാ? ഒന്നുള്ളത് എന്തായാലും ഓപ്ഷൻ വരും. കാരണം 1 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് തെറ്റാണെന്ന്. അപ്പോൾ 1 എന്തായാലും വരണം. ബാസ്റ്റിൽ ജയിൽ തകർക്കപ്പെട്ടു എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഇതായാലും ഉത്തരം വരിക. കാരണം ബാസ്റ്റിൽ ജയിൽ എന്താണ്? ബാസ്റ്റിൽ പ്രിസൺ ഒക്കെ പറയുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫ്രഞ്ച് ഡൈനാസ്റ്റിയായ ബർബൺ എന്ന് പറയുന്ന ബർബൺ രാജവംശത്തിൻ്റെ അവരുടെ ആ ഒരു ദുർഭരണത്തിൻ്റെ ഒരു പ്രതീകമായിരുന്ന ബാസ്റ്റിൽ കോട്ട തകർക്കപ്പെടുന്നതൊക്കെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇത് ഇവിടെ എന്താണ്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ഇവിടെ ഉത്തരം വരേണ്ടത് ഏതാണ്? 26ൻ്റെ ഉത്തരം സി ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാസ്റ്റിൽ ജയിൽ തകർക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ് നടക്കുന്നത്? 1789 അല്ലേ. 7, 8, 9 ഈ ഒരു വർഷത്തിലാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. അപ്പോൾ 1789 ജൂലൈ 14 എന്ത് സംഭവിക്കുന്നത്? ഈ ബാസ്റ്റൈൽ പ്രിസൺ തകർക്കുന്നതും ആ തകർക്കപ്പെടുന്നതാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ആരംഭം, അല്ലെങ്കിൽ ഈ തകർക്കുന്നതിലൂടെയാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത് എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ച് വയ്ക്കുക.
ഇനി രക്തരഹിത വിപ്ലവം, ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവമായി പറയുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു ചരിത്രം ജസ്റ്റ് ഒന്ന് പറയുമ്പോൾ ഒരു 1640 മുതൽ നമുക്കൊന്ന് തുടങ്ങാം. 1640 നിലവിൽ വന്ന 20 വർഷം നീണ്ടു നിന്ന ആ പാർലമെൻറ്റിനെയാണ് നമ്മൾ ലോങ് പാർലമെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. 20 വർഷക്കാലം, ആ ഒരു വർഷക്കാലം നീണ്ടു നിന്ന് 1640 സ്റ്റാർട്ട് ചെയ്ത പാർലമെൻറ്റിനെയാണ് ലോങ് പാർലമെൻറ്റ് എന്നറിയപ്പെടുന്നത്. ഇതിനുശേഷം 1642 അവിടെ ഒരു ആഭ്യന്തര കലാപം നടക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, പാർലമെൻറ്റിൻ്റെ ന്യൂ മോഡൽ ആർമി അല്ലേ, ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ന്യൂ മോഡൽ ആർമി രാജാവിനെ അവിടെ പരാജയപ്പെടുത്തുകയാണ്, രാജാവിനെ അവിടെ തോൽപ്പിച്ചു. ഓക്കെ, അതിനുശേഷം പാർലമെൻറ്റിൻ്റെ ഈ ന്യൂ മോഡൽ ആർമിയുടെ സൈന്യാധിപനായിരുന്ന ഒലിവർ ക്രോംവെൽ, ആ പേരും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. അപ്പോൾ ഒലിവർ ക്രോംവെൽ ഭരണത്തിൽ ഏർപ്പെടുകയാണ്. ഓക്കെ, ഇംഗ്ലണ്ടിൻ്റെ ചരിത്രമായിട്ടുള്ള പേരാണ് കേട്ടത്. അപ്പോൾ 1642 ഇതിന് ശേഷം ആഭ്യന്തര കലാപത്തിന് ശേഷം ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ന്യൂ മോഡൽ ആർമിയുടെ സൈന്യാധിപനായ ഈ ഒലിവർ ക്രോംവെൽ എന്ത് ചെയ്യാണ്, അവിടെ അധികാരത്തിൽ വരികയാണ്. ഇയാളൊരു സ്വേച്ഛാധിപതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇയാളുടെ ഈ സ്വേച്ഛാധിപത്യമായ കാലഘട്ടമാണ് കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇയാളുടെ സ്വേച്ഛാധിപത്യം നിലനിന്ന കാലഘട്ടമാണ് ഇംഗ്ലണ്ടിലെ കോമൺവെൽത്ത് കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒലിവർ ക്രോംവെല്ലും അയാളുടെ അനുയായികളും മാത്രം ഉണ്ടായിരുന്ന പാർലമെൻറ്റിനെയാണ് റംബ് പാർലമെൻറ്റ് അഥവാ അവശിഷ്ട പാർലമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മൾ 1685 കാര്യം എടുക്കുകയാണെങ്കിൽ 1685 ജെയിംസ് രണ്ടാമൻ രാജാവായി വരുന്നത്. ജെയിംസ് രണ്ടാമൻ 1685 രാജാവായി വരുന്നു. അതിനുശേഷം 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അഥവാ എന്ത് പറയുന്നത് ഗ്ലോറിയസ് റെവല്യൂഷനൊക്കെ നടക്കുന്ന 1688 വർഷം ഓർത്തു വയ്ക്കുക. അപ്പോൾ 88, 89 ഒരു ഏകദേശം ഒരു കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പോൾ 88 നടക്കുന്ന ഈ മഹത്തായ വിപ്ലവത്തിലൂടെ ഈ ജെയിംസ് രണ്ടാമനെ 1685 രാജാവായി ജെയിംസ് രണ്ടാമനെ പുറത്താക്കുന്നതാണ് എന്ത്, ഈ രക്തരഹിത വിപ്ലവത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇയാളെ പുറത്താക്കിക്കൊണ്ട് ഇയാളുടെ മകളായ മേരി രണ്ടാമനും ഈ മേരിയുടെ ഭർത്താവായ വില്യം മൂന്നാമനെയും അവിടെ രാജാവായിട്ട് അവരോധിക്കുകയാണ്. ഓക്കെ, അവരെ രാജാവാക്കുകയും ഇവരെന്തിൽ ഒപ്പിടുന്നുണ്ട്, അവകാശ പത്രിക അഥവാ അവകാശ നിയമത്തിൽ ഒപ്പിട്ടിട്ടുകൊണ്ട് പാർലമെൻറ്റിനെ അവിടെ സുപ്രീം ആക്കുകയാണ്. ഓക്കെ, പാർലമെൻറ്റിന് പരമാധികാരം നൽകിക്കൊണ്ട് മേരി രണ്ടാമനും വില്യം മൂന്നാമനും അവകാശ പത്രികയിൽ ഒപ്പിടുകയാണ്. അവകാശ നിയമത്തിൽ ഒപ്പിടുന്ന രാജാവ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യം മൂന്നാമനും മേരി രണ്ടാമനുമാണ്. ഓക്കെ, അപ്പോൾ ഈ അവകാശ പത്രികയിൽ ഒപ്പിടുന്നത് 1689 തൊട്ടടുത്ത വർഷം. ഓക്കെ, അടുത്ത ചോദ്യം, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ്. ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത് ആരാന്ന് നിങ്ങൾക്കറിയാം, ജീൻ ജാക്വസ് റൂസോ ആണ്. അപ്പോൾ റൂസോനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണെന്ന് പറഞ്ഞത് ജീൻ ജാക്വസ് റൂസോയാണ്. ഇദ്ദേഹം ഏതുമായിട്ട് ഫ്രഞ്ച് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അടുത്ത നോക്കിയാൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങൾ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ സംഭാവനയാണെന്നാണ് പറയുന്നത്. അല്ല, നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലൊക്കെ വരുന്ന വാക്കുകളാണല്ലേ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഇതെവിടെ നമ്മൾ കടമെടുക്കുന്നത്, ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നാണ് നമ്മളിത് കടമെടുക്കുന്നത്. ഈ പറയുന്ന സാധനം ആരുടെ കോൺട്രിബ്യൂഷനാണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരുടെയാണ്? നമ്മൾ മുകളിൽ പറഞ്ഞ റൂസോൻ്റെ കോൺട്രിബ്യൂഷനാണ് ഈ പറയുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ എന്താണ്, ഒന്ന് ശരിയല്ല, കാരണം ഇത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സംഭാവനയാണ്. അപ്പോൾ ഒന്ന് ശരിയല്ല എന്ന് പറയുമ്പോൾ ഇത് വരത്തില്ല. 2, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതറിയാം, നമുക്ക് ശരിയാണ് അല്ലേ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 2 എന്തായാലും ഉത്തരത്തിൽ വരണം. അപ്പോൾ ഇത് വരാം അല്ലെങ്കിൽ ഇത് വരാം. ഇവയൊന്നുമല്ല എന്നുള്ളതും വരത്തില്ല, കാരണം 2 ശരിയാണ്. ദേശീയതയുടെ ആവിർഭാവം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു പ്രധാന ഫലമാണ് നമ്മൾ പഠിച്ചതാണ് നമ്മൾ അല്ലേ. ദേശീയതയുടെ ആവിർഭാവം, അതുപോലെ തന്നെ മിഡിൽ ക്ലാസിൻ്റെ ആ വളർച്ച, വിദ്യാഭ്യാസം നേടിയവരുടെ വളർച്ചയൊക്കെ ദേശീയതയുടെ ആവിർഭാവം, ഇതൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഒരു പ്രധാന ഫലമാണ്. അപ്പോൾ 3 ഉത്തരമാണ്. അപ്പോൾ നമ്മുടെ 28ൻ്റെ ഉത്തരം വരുന്നത് സി ആണ്. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം 3 എസ്റ്റേറ്റുകൾ അവിടെ ഉണ്ടായിരുന്നു അല്ലേ. 3 എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അവിടെ എന്താണ്, ആദ്യത്തേതെന്ന് പറയുന്നത് പുരോഹിതരുടെയാണ് ഫസ്റ്റ്. രണ്ടാമതെന്ന് പറയുന്നത് ആരുടെയാണ്, പ്രഭുക്കന്മാരുടെയാണ്. മൂന്നാമതെന്ന് പറയുന്നത് മധ്യവർഗത്തിൻ്റെയും കർഷകരുടെയും. മധ്യവർഗം എന്ന് പറയുമ്പോൾ അതിൽ വക്കീലന്മാർ വരും, ടീച്ചർമാർ വരും, മറ്റ് ഉദ്യോഗത്തിലുള്ള ആൾക്കാരൊക്കെ വരും, പിന്നെ കർഷകരും കൂടെ കൂടുന്നതാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. മൊത്തം 3, അതിൽ മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണെന്ന് പറയുന്നത് മധ്യവർഗവും ഈ പറയുന്ന കർഷകരും എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കുറച്ച് ടാക്സുകളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഒന്ന് തിഥേ എന്ന് പറയുന്ന ഒരു ടാക്സ് പറയുന്നുണ്ട്. എന്താണ്, പുരോഹിതർ കർഷകരിൽ നിന്ന് ഈടാക്കിയ ടാക്സ് ആയിരുന്നു തിഥേ എന്ന് പറയുന്നത്. ഫസ്റ്റ് എസ്റ്റേറ്റിലെ പുരോഹിതർ ഈ പറയുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിലെ കർഷകരിൽ നിന്ന് ഈടാക്കിയിരുന്ന, അപ്പോൾ കർഷകർ നൽകിയിരുന്ന ടാക്സാണ് തിഥേ എന്ന് പറയുന്നത്. അടുത്ത ഏതാണ്,
തൈലെ എന്ന് പറയുന്ന ടാക്സാണ്. ഇതെന്താണ്? അവിടുത്തെ സർക്കാർ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ജനങ്ങളിൽ നിന്നും ഈടാക്കിയിരുന്ന ഏതാണ്? ലാൻഡ്, ഭൂനികുതിയായിരുന്നു അല്ലേ? മൂന്നാമത്തെ എസ്റ്റേറ്റ് സർക്കാരിന് നൽകിയിരുന്ന ഭൂനികുതിയാണ് തൈലെ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഗബല്ലെ എന്ന് പറയുന്ന ഒരു ടാക്സാണ്. ഗബല്ലെ എന്ന് പറയുന്നത് സാൾട്ട്, ഉപ്പിന് നൽകിയിരുന്ന ടാക്സാണ് ഗബല്ലെ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടാക്സിൻ്റെ കാര്യം കൂടെ ആലോചിച്ച് വയ്ക്കാം. ഇനി എന്താണ് സംഭവം? ഈ പറയുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ത് ചെയ്യാണ്? സ്വയം പ്രഖ്യാപിക്കുകയാണ്. എന്ത്? ഞങ്ങൾ ഫ്രാൻസിലെ ദേശീയ അസംബ്ലിയാണെന്ന് പറഞ്ഞ് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ടെന്നീസ് കോർട്ടിൽ ഒത്തുകൂടുകയാണ്. അതാണ് എന്തെന്ന് പറയുന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്ന ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അതിൻ്റെ വർഷം 1789 ജൂൺ 20-നാണ്. ഓക്കെ, അങ്ങനെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ കഴിഞ്ഞു. അതിന് ശേഷമാണ് ബർബൺ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ബർബൺ രാജവംശത്തിൻ്റെ പ്രതീകമായിരുന്ന ബാസ്റ്റീൽ ജയിൽ ഇവർ തകർക്കുകയാണ്. ആ തകർക്കുന്ന 1789 ഞാൻ പറഞ്ഞു ജൂലൈ 14 ഈ പറയുന്ന സംഭവത്തോടെയാണ് ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിക്കുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നീട് 1789 ഓഗസ്റ്റ്, തൊട്ടടുത്ത മാസം ഓഗസ്റ്റ് 12-നാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുന്നത് അല്ലേ? മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുന്നത് 1789 ഓഗസ്റ്റ് 12-നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റൂസോൻ്റെ ആദർശങ്ങളാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് ഈ പറഞ്ഞ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ നമുക്ക് പ്രതിഫലിച്ച് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതിനുശേഷം 1792 ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായിട്ട് മാറുകയാണ്. ഓക്കെ, ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായിട്ട് മാറുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. ഇനി ഫ്രാൻസിലെ റിപ്പബ്ലിക്കൻ ഭരണത്തിന് വേണ്ടി നിലകൊണ്ട ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരും കൂടെ ആലോചിച്ച് വയ്ക്കണം. ജാക്കോബിൻസ് എന്നാണ് അതിന് പറയുക. ജാക്കോബിൻ എന്ന് പറയുന്ന ഒരു ക്ലബ്ബാണ്. ഓക്കെ, ജാക്കോബിൻസ്. ഇതിൻ്റെ ലീഡറായിരുന്നു റോബസ്പിയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ലീഡറായിരുന്നു. ഈ റോബസ്പിയറിൻ്റെ ഭരണകാലം അറിയപ്പെടുന്നത് ഭീകരവാഴ്ചക്കാലം എന്നായിരുന്നു. കാരണം ഗില്ലറ്റിൻ എന്ന് പറയുന്ന ആ ഒരു വാള് പോലത്തെ സാധനം കൊണ്ട് അവിടെ എല്ലാവരെയും വിറപ്പിച്ച് ഭരിച്ചിരുന്ന ഒരു സമയമായിരുന്നു റോബസ്പിയർ. അതുകൊണ്ട് തന്നെ ഭീകരവാഴ്ചക്കാലം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 1792 സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് പറയുന്ന സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഗില്ലറ്റിൻ വെച്ച് രാജാവിന് വേണ്ടപ്പെട്ട ആൾക്കാരെ എല്ലാം കൂട്ടക്കൊല ചെയ്ത ആ ഒരു സംഭവത്തിനെയാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത്. പിന്നെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ആലോചിച്ചിരിക്കേണ്ട 3 പ്രവാചകന്മാരാണ്. ഒന്ന് ആരാണ്? റൂസോ എന്ന് പറയുന്ന ആളാണ്. റൂസോ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് നമ്മുടെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിയറി എന്ന് പറയുന്നത് ജനങ്ങളാണ് പരമാധികാരികൾ, പീപ്പിൾ ആർ സുപ്രീം, ജനങ്ങളാണ് സുപ്രീം ആയിട്ടിരിക്കുന്നത്, പരമാധികാരം ജനങ്ങളിലാണെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ആശയമാണ്. അതുപോലെ തന്നെ എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്, രചനയാണ് ദി സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്, സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം എഴുതിയ ഒരു രചനയാണ്, ഒരു കൃതിയാണ് എമിലി എന്ന് പറയുന്നത്, എമിലി. അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ്. ഓക്കെ, അപ്പോൾ അതും കൂടെ ആലോചിച്ച് വയ്ക്കുക. പിന്നെ ഈ ജാക്കോബിൻ ക്ലബ്ബൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ടിപ്പു സുൽത്താൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ഈ ജാക്കോബിൻ ക്ലബിൻ്റെ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അത് കഴിഞ്ഞ മറ്റൊരാളാണ് മോണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. മോണ്ടസ്ക്യൂമായി ബന്ധപ്പെട്ട് എന്താണ് ഇദ്ദേഹത്തിൻ്റെ ആശയം എന്ന് പറയുന്നത്? ജനാധിപത്യത്തെയും ഡെമോക്രസിയെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന വ്യക്തിയാണ് മോണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് പവർ, അധികാരം ഇങ്ങനെ വിഭജിച്ച് നൽകണമെന്ന് പറയുന്ന ഒരു ആശയം ഇദ്ദേഹത്തിന്. കാരണം അതേപോലെ നിയമം ഉണ്ടാക്കാൻ വേണ്ടി ഒരു നിയമനിർമ്മാണ സഭ, അങ്ങനെ ആ രീതിയിൽ. അതുപോലെ തന്നെ ജുഡീഷ്യറി എന്ന് പറയുന്നത് നീതിന്യായ ഒരു സഭ. അതുപോലെ തന്നെ ബാക്കി നിയമങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യനിർവഹണ സഭ. ആ രീതിയിൽ 3 രീതിയിൽ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ എന്ന രീതിയിൽ പവർ ഇങ്ങനെ വിഭജിച്ച് കൊടുക്കണമെന്ന് പറയുന്ന ഡിവിഷൻ ഓഫ് പവർ അഥവാ അധികാര വിഭജനം എന്നൊരു ആശയം ഇദ്ദേഹത്തിൻ്റെയാണ്. ഓക്കെ, ആ രീതിയിൽ ആലോചിച്ച് വയ്ക്കുക. എന്താ മോണ്ടസ്ക്യൂ ആണ്. അപ്പോൾ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ആരൊക്കെ? ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കാമെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു ബുക്കാണ് ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത്. സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മോണ്ടസ്ക്യൂവിൻ്റെ ഒരു പുസ്തകമാണ്. അടുത്തതാണ് വോൾട്ടെയർ എന്ന് പറയുന്നത്. ഓക്കെ, വോൾട്ടേജ് അടിച്ചപ്പോൾ യുക്തിചിന്ത വന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ വോൾട്ടെയർ എന്ന് പറയുമ്പോൾ വോൾട്ടേജ് അടിച്ചപ്പോൾ യുക്തിചിന്ത വന്നു. അപ്പോൾ വോൾട്ടെയറിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്താണ്? യുക്തിചിന്ത, സമത്വം, മനുഷ്യത്വം എന്നൊക്കെ പറയുന്നതാണ് യുക്തിചിന്ത. അതേപോലെ മനുഷ്യത്വം, സമത്വം എന്നൊക്കെ പറയുന്നതാണ് വോൾട്ടെയറിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ അല്ലേ. അപ്പോൾ യുക്തിചിന്ത വന്നുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെന്താ പുരോഹിതന്മാരെ, പൗരോഹിത്യത്തെയൊക്കെ നമ്മൾ എന്താണ് കളിയാക്കുക, അവനെയൊക്കെ വിമർശിക്കുക. അപ്പോൾ പൗരോഹിത്യത്തെ വിമർശിച്ച ഒരാളായിരുന്നു വോൾട്ടെയർ എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് വയ്ക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ഫലം. അപ്പോൾ ഭൂമിയുടെ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്ന് പറയുന്നത്. അവിടെ പ്ലേറ്റുകളായിട്ട് നിർമ്മിതമാണ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പ്ലേറ്റുകളുടെ ഈ മൂവ്മെൻ്റാണ് നമുക്ക് ഭൂചലനം ഉണ്ടാക്കുന്നത്, എർത്ത് വേക്ക് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ചലനം എങ്ങനെയാണ് ഉണ്ടാകുന്നത് വെച്ചാൽ എന്തുകൊണ്ടാണെങ്കിലും പുറത്തുനിന്ന് ഉണ്ടാകുന്നൊരു ഫാക്ടർ ആയിരിക്കില്ല, ഭൂമിയുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു കാരണം കൊണ്ടായിരിക്കും ഇതിങ്ങനെ ഇതാക്കുന്നത്. അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അസ്തനോസ്ഫിയർ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ മേലെ മാഗ്മ എന്ന് പറയുന്നത്, ആ മാഗ്മേൻ്റെ അതിൻ്റെ മേലെ കൂടെയുള്ള ആ ഒരു മൂവ്മെൻ്റാണ് ഇതിന് കാരണം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ്, ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹം അഥവാ കൺവെക്ഷണൽ കറൻസ് കാരണമാണ് ഇതൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹമാണ്. പിന്നെ കാന്തിക ബലം, ഇതൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ തന്നെ ഇതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. സൗരക്കാറ്റ്, സൂര്യനിൽ നിന്നുള്ള കാറ്റ് കാരണം ഭൂമിയുടെ ഭൂവൽക്കത്തിന് ഈ മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്നൊന്നും പറയാൻ നമുക്ക് അങ്ങനെ ഒരു ഇത് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. വേലിയേറ്റം അതൊന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം കൊണ്ട്, ഈ പ്രവാഹം അഥവാ കൺവെക്ഷണൽ കറൻസ് കൊണ്ടാണ് ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്നത്. ഓക്കെ, ഇനി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്കുള്ള അന്തരീക്ഷത്തിൻ്റെ വിവിധ പാളികളുടെ ശരിയായ ക്രമം ഏത്? നിങ്ങൾക്കറിയാം, ട്രോപ്പോസ്ഫിയർ ഏറ്റവും താഴെ എവിടെയാണ്? ഭൂമിയുടെ സർഫസ് കഴിഞ്ഞാൽ ഏറ്റവും വരുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ ആണ്, പിന്നെ മെസോസ്ഫിയർ ആണ്, പിന്നെ അയോണോസ്ഫിയർ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാണ്? 30ൻ്റെ ഉത്തരം സി ആണ് വരേണ്ടത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, അയോണോസ്ഫിയർ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ തരത്തിലുള്ള കാലാവസ്ഥാ കാര്യങ്ങളും എല്ലാം നടക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ് നടക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഓസോൺ കാണപ്പെടുന്ന എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയർ. ഇവിടെ ക്ലൗഡുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം ഇവിടെ ഉണ്ടാവില്ല സ്ട്രാറ്റോസ്ഫിയറിൽ. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയുടെ അധികം വ്യതിയാനമൊന്നും അനുഭവപ്പെടാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ വിമാനങ്ങളൊക്കെ പറക്കുന്നതൊക്കെ ഏകദേശം ഈ സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഏറ്റവും താഴത്തെ ഒരു ഭാഗത്തൂടെ ആയിരിക്കും പറക്കുന്നത്. പിന്നെ മെസോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഉൽക്കകളൊക്കെ കത്തിപ്പോകുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ അയോണോസ്ഫിയർ എന്ന് പറയുന്നത് ഈ റേഡിയോ ട്രാൻസ്മിഷനുമായി ബന്ധപ്പെട്ട അയോണോസ്ഫിയറിലൂടെ നടക്കുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ആ ഭാഗം ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ട്രോപ്പോസ്ഫിയറിൻ്റെ ഭാഗത്ത് ഇവിടെ എന്താണ്, ട്രോപ്പോസ്ഫിയർ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യാൻ കുറഞ്ഞു കാരണം ഭൂമിയുടെ സർഫസിലായിരിക്കും ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ. മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അതായിരിക്കും സാധാരണ ഒരു ഗതി ഉണ്ടാവും. അങ്ങനെയാണ് ട്രോപ്പോസ്ഫിയറിൽ നടക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ നടക്കുന്നത്, ഇവിടെ സ്ട്രാറ്റോസ്ഫിയറിൽ നടക്കുന്നത്. ഇവിടെ മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടിയാണ് വരിക. ഓക്കെ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ നടക്കുക. ഇവിടെ മുകളിലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ നടക്കുക. ഇവിടെ മുകളിലേക്ക് പോകുമ്പോൾ ടെമ്പറേച്ചർ കൂടി വരും. അപ്പോൾ ഇവിടെ മുകളിലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ എങ്ങനെയാണ് കുറഞ്ഞു വരും. ഓക്കെ, സാധാരണ ഗതിയിൽ മുകളിലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഒരു പർവ്വതത്തിന് മേലേക്ക് കയറുമ്പോൾ മേലോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു. അതാണ് സാധാരണ നടക്കേണ്ട സംഭവം. ആ സാധാരണ നടക്കുന്ന സംഭവം തന്നെയാണ് ഇവിടെ നടക്കുക. പക്ഷേ ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റാണ് നടക്കുക. ഇവിടെ സാധാരണ നടക്കും, ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് നടക്കുക. അങ്ങനെ ഓരോ ലെയറിലും ജസ്റ്റ് ഓപ്പോസിറ്റ് രീതിയിലാണ് ടെമ്പറേച്ചറിന് വ്യത്യാസം ഉണ്ടാകുന്നത്. കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അടുത്തത് ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ക്രസ്റ്റിനെ കുറിച്ച് ഏതാ ശരിയല്ലാത്തത്? ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമുള്ള കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത് ശരിയാണ്. ഇവിടെ ചോദിച്ചതിന് ശരിയല്ലാത്തത് ഏതാ? അപ്പോൾ ഒന്ന് ഉത്തരത്തിൽ വരത്തില്ല. അപ്പോൾ നമുക്കിത് വെട്ടിക്കളയാം. ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണെന്നാണ് പറയുന്നത് അല്ലേ? ഇപ്പോൾ ഇതാണ് ഭൂമിയുടെ സർഫസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഹിമാലയം എന്ന് പറയുന്ന ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ഭാഗമായിരിക്കില്ലേ? അപ്പോൾ ഈ പൊന്തി നിൽക്കുന്ന ഭാഗം എന്ന് പറയുമ്പോൾ ക്രസ്റ്റ് ഇത്രയും കൂടുതൽ വരികയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കനം കൂടുകയല്ലേ ചെയ്യുന്നത്, കനം കുറവല്ല ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ, കനം വളരെ കുറവാന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ശരിയല്ലാത്തത് 2 ഉത്തരമായിട്ട് വരണം. 2 ഇവിടെയുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ എ ആയിരിക്കും അല്ലെങ്കിൽ സി ആയിരിക്കും. 3 നോക്കിയാൽ സമുദ്രതട ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. സമുദ്രതട ഭൂവൽക്കം എന്ന് പറയുമ്പോൾ ക്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഉദാഹരണം പറയട്ടെ, ഇങ്ങനെയാണ് ഇപ്പോൾ വിചാരിക്കുക. ഇവിടെയൊക്കെ കടലിലെ വെള്ളമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത്രയും താഴ്ന്നാണ്. ഇവിടെയൊക്കെ എന്താണ്, വെള്ളം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒന്നും ഈ കര പോലത്തെ ഈ പറയുന്ന സാധനമില്ലേ, ഈ ക്രസ്റ്റ് പറയുന്ന ഇത്രയും ഭാഗം മാത്രമാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഈ പറയുന്ന ഹിമാലയൊക്കെ ആണെങ്കിൽ ഇത്രയും ഭാഗമൊക്കെ എന്താണ്, ഇത്രയും ഭാഗത്തൊക്കെ ഇതിൻ്റെ കനം കൂടിക്കിടക്കുക. പക്ഷേ ഇവിടെ ഇതൊക്കെ വെള്ളം, ഇവിടെയൊക്കെ സ്പേസ് ഒരു ശൂന്യം പോലെയാണ്. ഇവിടെ വെള്ളം മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് ഈ രീതിയിൽ ഈ ഒരു ചെറിയ പാളി പോലെയുള്ളൂ എന്ന് മാത്രം നിങ്ങളത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ, ആ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ സമുദ്രതട ഭൂവൽക്കം എന്ന് പറയുന്നത് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണെന്ന് പറയുമ്പോൾ ഇവിടെ കനം കുറവല്ലേ, ഇവിടെ ഇത്രയും ഭാഗം ഈ ഭൂവൽക്കമാണ്, ഇവിടെ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഒരു രീതിയിൽ അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ശരിയാണെന്ന് മനസ്സിലാവും അല്ലേ? അപ്പോൾ ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ശരിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 31ൻ്റെ ഉത്തരം ഏതാണ്? എ മാത്രമാണ്. 2 മാത്രമാണ് ഇവിടെ തെറ്റായി തന്നിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം.
അവസാദ ശിലകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അവസാദ ശിലകളാണ് അല്ലേ. അവസാദ ശിലകൾ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ അവസാദങ്ങൾ കൂടി ചേർന്ന് ഉണ്ടാവുന്ന ശിലകളെയാണ് എന്തെന്ന് പറയുന്നത്? അവസാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവസാദ ശിലകൾ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചാൽ, എങ്ങനെയാണ് അവസാദങ്ങൾ ഉണ്ടാവുന്നത്? ഒന്നെങ്കിൽ ഒഴുകുന്ന നദി ഒഴുകുമ്പോൾ ആ വെള്ളം ഇങ്ങനെ തട്ടി തട്ടി പാറകളൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോവുക, അല്ലെങ്കിൽ കാറ്റത്ത് അങ്ങനെ സംഭവിക്കാം, അല്ലെ പല രീതിയിൽ വേലിയേറ്റം, വേലിയിറക്കം, അങ്ങനെ പല സംഭവത്തിൽ ഈ പറയുന്ന പാറകളൊക്കെ പൊടിഞ്ഞ് രീതിയിൽ പോവാം. ഓക്കെ. അപ്പോൾ ജലവൈദ്യുത വ്യവസ്ഥ വഴിയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ അവസാദ ശിലകൾ രൂപം കൊള്ളുന്നത് വെച്ചാൽ, ഭൂമിയുടെ ഉപരിതലത്തിലാണ് അവസാദ ശിലകൾ രൂപം കൊള്ളുന്നത്. ഭൂമിയുടെ ഉള്ളിൽ ഒരു കാരണവശാലും ഉണ്ടാവുന്നില്ല. കാരണം ഈ പുറത്തുണ്ടാകുന്ന പാറകൾ കൂടിക്കലർന്നിട്ടാണ്, കൂടിച്ചേർന്ന് വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ അവസാദ ശിലകൾ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഭൂമിയുടെ ഉപരിതലത്തിലായിരിക്കും നമുക്ക് അവസാദ ശിലകളെ കാണാൻ പറ്റുന്നത്. ഓക്കെ. അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആഗ്നേയ ശിലകൾ കാണാം, പുറത്തും ആഗ്നേയ ശിലകളെ കാണാം. പക്ഷേ അവസാദ ശിലകൾ നമുക്ക് ഭൂമിയുടെ ഉപരിതലത്തിൽ മാത്രമേ കാണാൻ സാധിക്കൂ. അപ്പോൾ ജലവൈദ്യുത വ്യവസ്ഥ എന്ന് പറയുമ്പോൾ വെള്ളത്തിൻ്റെ പല രീതിയിലുള്ള മൂവ്മെൻറ്റാണ്. ഒന്ന് വെള്ളം ഒഴുകി പോകുന്നത് നദിയിൽ, വേലിയേറ്റം, വേലിയിറക്കം, ഇതൊക്കെ ജലം പല രീതിയിൽ ഇങ്ങനെ അതിൻ്റെ മൂവ്മെൻറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജലവൈദ്യുത വ്യവസ്ഥ വഴിയാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ അവസാദങ്ങൾ രൂപം കൊള്ളുന്നതെന്ന് പറയുന്നത് ശരിയാണ്. ശരിയായതാണ് ചോദിച്ചത്. അപ്പോൾ ഒന്ന് ശരിയാണെങ്കിൽ ഇതും വരും, ഇതും വരാം, ഇതും വരാം അല്ലേ. എന്തായാലും സി വരത്തില്ല. 2. അവസാദ ശിലകളുടെ രൂപീകരണത്തിൽ മുമ്പുണ്ടായിരുന്ന ചില ശിലകളുടെ അപക്ഷയം ഉൾപ്പെടുന്നു. അതാണ്, മുമ്പുണ്ടായിരുന്ന ആഗ്നേയ ശിലകൾ പോലത്തെ ശിലകളൊക്കെ അപക്ഷയം സംഭവിച്ചുകൊണ്ട് അത് പൊടിഞ്ഞ് അങ്ങനെയാണ് അവസാദ ശിലകൾ രൂപം കൊള്ളുന്നത് പറയുന്നത് ശരിയാണ്. ഓക്കെ. അപ്പോൾ 2 ഉത്തരമായിട്ട് വരാം. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ബി ഒഴിവാക്കാം. അടുത്തത്, അവസാദ ശിലകളിൽ ഫോസിലുകൾ അടങ്ങിയിരിക്കുന്നു. ശരിയാണല്ലേ. ഈ പറയുന്ന രീതിയിൽ ഇതൊരു ലെയറിലാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു അവസാദം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലെയർ ഉണ്ടാകുന്നത് ഒരു 100 വർഷങ്ങൾക്ക് മുന്നെയാണ്. ചിലപ്പോൾ അടുത്ത ലെയർ ഉണ്ടാകുന്നത് 50 വർഷങ്ങൾക്ക് മുന്നേ ആയിരിക്കും. അപ്പോൾ ഓരോ ലെയറിനും ഓരോ പ്രായം പോലെ ആയിരിക്കും നമുക്ക് അത് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിനുള്ളിൽ തന്നെ എത്രയോ വർഷം മുന്നുള്ള ഫോസിലുകളൊക്കെ കാണപ്പെടുന്ന രീതിയിലുണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഫോസിലുകൾ അടങ്ങിയിരിക്കുന്നുള്ളത് ശരിയാണ്. അതേപോലെ അവസാദ ശിലകൾ സാധാരണയായി പാളികളായി, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ലെയേഴ്സ് ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത് ശരിയാണ് അല്ലേ. അപ്പോൾ 3ഉം 4ഉം ശരിയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഏതാണ് നമ്മുടെ ഉത്തരം വരുന്നത്? ഡി ആണ്. അപ്പോൾ 32ൻ്റെ ഉത്തരം ഡി ആണ്. എല്ലാം ശരി, അതായത് ഈ തന്നിരിക്കുന്നതിൽ എല്ലാം ശരിയാണെന്നാണ് നമ്മുടെ ഉത്തരം. ഈ പറയുന്ന ശിലകളെക്കുറിച്ചുള്ള പഠനത്തിന് നമ്മൾ എന്താ പറയുക, പെട്രോളജി എന്നാണ് ഈ ശിലകളെക്കുറിച്ചുള്ള പഠനത്തിനൊക്കെ നമ്മൾ പറയാറുള്ളത്. അടുത്ത ചോദ്യം നോക്കാം. ഭൂമിയുടെ ഘടനയിൽ മാൻഡിലിന് താഴെ കാമ്പ് പ്രധാനമായി ഇനി പറയുന്നതിൽ ഏതിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? കാമ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്? കോറാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോർ എന്ന് പറയുന്നത് നിഫേ എന്ന് പറയുന്ന ഒരു ലെയറാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. നിക്കൽ, ഫെറം എന്ന് പറയുന്നത് എന്താണ്? അയേണിനെയാണ് നമ്മൾ ഫെറം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിക്കിളും ഈ പറയുന്ന എന്താണ്? അയേണുമാണ്. അപ്പോൾ തന്നിരിക്കുന്നതിൽ നോക്കിയേ, അയേൺ ഇവിടെ ഉണ്ട്. നിഫേ ലെയർ, കോറിനെ നമ്മൾ നിഫേ ലെയർ എന്നൊക്കെ അറിയപ്പെടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? അയേണാണ്. അടുത്ത നോക്കിയേ 34. ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഭൂമിയുടെ ആന്തരിക ഘടനയായിട്ട്, ഭൂമിയുടെ ഉള്ളിലെ ഘടനയുമായി ബന്ധപ്പെട്ട ഒരു ശരിയായ പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും അതിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്രസ്റ്റ് അഥവാ ഭൂവൽക്കം എന്ന് പറയുന്നത് 2 ഭാഗമായിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിയാൽ എന്നും സിമ എന്നും പറയുന്ന രീതിയിൽ 2 പേരാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? സിയാൽ എന്ന് പറയുന്നതാണ് സിലിക്കണും അലുമിനിയവുമാണ് അല്ലേ. ഇവിടെ സിമ എന്ന് പറയുമ്പോൾ സിലിക്കണും മഗ്നീഷ്യവുമാണ് അല്ലേ. സിയാൽ എന്ന് പറയുന്നതാണ് എന്ത്? കോണ്ടിനെൻ്റൽ അഥവാ എന്ന് പറയുന്നത് ഭൂഖണ്ഡങ്ങളുടെ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്. ഈ കോണ്ടിനെൻ്റൽ എന്ന് പറയുമ്പോൾ ഇതിലൊരു എല്ലുണ്ടല്ലോ, ആ എല്ലും ഈ എല്ലും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അത് ഇംഗ്ലീഷിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ. ഓക്കെ. അപ്പോൾ സിയാൽ കോണ്ടിനെൻ്റൽ എന്ന് ആലോചിച്ച് വെക്കാം. അതായത് ഭൂഖണ്ഡങ്ങളുടെ ഭാഗമാണ് സിയാൽ എന്ന് പറയുന്നത്, സിലിക്കൺ, അലുമിനിയം. ഇവിടെയാണെങ്കിലോ സിലിക്കൺ, മഗ്നീഷ്യം എന്ന് പറയുന്നത് ഓഷ്യൻ്റെ ആണ്. ഓഷ്യൻ വരുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? സിമ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം തന്നെയാണ് സിയാൽ എന്ന് പറയുന്നതും കടൽത്തറ ഭാഗമാണ് സിമ എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഒന്ന് ശരിയാണെന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. ഇതെന്തായാലും വരത്തില്ല. ഇനി അടുത്ത് നോക്കിയേ, ഭൂവൽക്കവും പുറക്കാമ്പും ചേരുന്നതാണ് ലിത്തോസ്ഫിയർ എന്നാണ് പറയുന്നത്. ഭൂവൽക്കം എന്ന് പറയുമ്പോൾ ക്രസ്റ്റാണ്, പുറക്കാമ്പാണ്. അത് ഒരിക്കലും കൂടി ചേരുന്നില്ല. പുറക്കാമ്പ് എന്ന് പറയുമ്പോൾ, കാമ്പ് എന്ന് പറയുമ്പോൾ കോറാണ്. അതിൻ്റെ ഇടയ്ക്ക് മാൻഡിൽ എന്ന് പറയുന്ന പോർഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഇവ കൂടിച്ചേരില്ല എന്ന് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം. അപ്പോൾ 2 തെറ്റാണെന്ന് മനസ്സിലായി അല്ലേ. 2 തെറ്റാന്ന് പറയുമ്പോൾ ഏതൊക്കെ ഓപ്ഷൻ നമുക്ക് ഇവിടെ പോയി? ഇതും പോയി, ഇതും പോയി. നമുക്ക് ഉത്തരം ഇവിടെ കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇനി വേറെ ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉത്തരം എന്താണ്? 34ൻ്റെ ഉത്തരം ഡി ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഓക്കെ, ഇനി ബാക്കി സ്റ്റേറ്റ്മെന്റ് കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് മൊഹറോവിക് വിഛിന്നത എന്നാണ് പറയുന്നത് അല്ലേ. മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. ഭൂവൽക്കവും മാൻഡിലും തമ്മിൽ വേർതിരിക്കുന്ന വരമ്പാണ് മൊഹറോവിക് ഡിസ്കണ്ടിന്യൂറ്റി, വിഛിന്നത.
അതുപോലെ മാൻഡിലിൻ്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ഒരു രൂപം ഇങ്ങനെ പറയാം. അപ്പോൾ ക്രസ്റ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞു സിയാൽ സിമ എന്നുണ്ട്, അതിൻ്റെ അടിയിലാണ് മാൻഡിൽ വരുന്നത്. അപ്പോൾ ഈ ക്രസ്റ്റിനെയും അതുപോലെ തന്നെ മാൻറ്റിൽ, അതുപോലെ തന്നെ ഇവിടെ കോറുണ്ട്. ഈ മാൻറ്റിലിനെയും ക്രസ്റ്റിനെയും വേർതിരിക്കുന്ന ഇവിടുത്തെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞു, മൊഹറോവിക് വിച്ഛിന്നത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മാൻറ്റിലിൻ്റെ, അതായത് ലിത്തോസ്ഫിയർ എന്നൊരു ഭാഗമാണ്. എന്താണ് ലിത്തോസ്ഫിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്രസ്റ്റും പ്ലസ് മാൻറ്റിലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗവും. ഓക്കെ, അപ്പോൾ മാൻറ്റിലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഈ ഭാഗവും അതുപോലെ തന്നെ ഈ ക്രസ്റ്റും കൂടെ കൂടിച്ചേരുന്നതാണ് എന്ത്, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, മാൻറ്റിലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗവും ഈ ക്രസ്റ്റും കൂടെ കൂടിച്ചേരുന്നത്, ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗവും കൂടിച്ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്? അസ്തനോ എന്ന് പറഞ്ഞാൽ തന്നെ വാക്കിൻ്റെ അർത്ഥം വീക്ക് എന്നാണ്, വളരെ വീക്കായിട്ടുള്ളൊരു ഭാഗം എന്നാണ് പറയുന്നത്, ദുർബലമായിട്ടുള്ളൊരു ഏരിയയാണ് നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ ക്രസ്റ്റും ഈ മുകൾ ഭാഗവും കൂടി ചേർന്നാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് ഇപ്പോൾ ഈ ഒരു പോർഷനാണ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ജസ്റ്റ് ഒരു അസ്യൂം ചെയ്യുക, ഈ ഒരു പോർഷനാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് മാൻറ്റിലിൻ്റെ മുകൾ ഭാഗമാണ്, മാൻറ്റിലിൻ്റെ മുകൾ ഭാഗം തന്നെയാണ്, പക്ഷേ ഈ ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് കിടക്കുന്ന ഈ ഒരു പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മാഗ്മ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഈ മാഗ്മ എന്ത് പറയുന്നത്, ഭൂമിയുടെ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനാണ് ഈ അസ്തനോസ്ഫിയറിലാണ് മാഗ്മ എന്ന് പറയുന്ന സംഭവമൊക്കെ കാണുന്നത്. മാഗ്മയുടെ പ്രധാനപ്പെട്ട ഉറവിടം എന്ന് പറയുന്നത് ഈ അസ്തനോസ്ഫിയർ ആണ്. ഓക്കെ, ദുർബലമാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. മാഗ്മ എന്ന് പറയുന്നത് ഏകദേശം ഒരു അർദ്ധ ദ്രാവക അവസ്ഥയിൽ കിടക്കുന്ന ഒരു സംഭവമാണ് ഈ മാഗ്മ എന്ന് പറയുന്നത്. അത് ഭൂമിയുടെ പുറത്തേക്ക് എത്തുമ്പോഴാണ് ലാവ എന്നുള്ള പേരായിട്ട് മാറുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്. ഭൂമിയുടെ സർഫസിലേക്ക് എത്തുമ്പോൾ അത് ലാവ എന്ന് പറയും, ഭൂമിയുടെ ഉള്ളിലാണെങ്കിൽ അതിനെ മാഗ്മ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലിത്തോസ്ഫിയറിന് താഴെയായിട്ട് മാൻറ്റിലിൻ്റെ മുകൾ ഭാഗമായി കാണപ്പെടുന്ന ഈ ഒരു ഏരിയയാണ് എന്തെന്ന് പറയുന്നത്, അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി ഈ മാൻറ്റിലിനും കോറിനും ഇടയിലുള്ള ഈ ഭാഗം, അപ്പോൾ ക്രസ്റ്റിനും മാൻറ്റിലും വേർതിരിക്കുന്ന മൊഹറോവിക് വിച്ഛിന്നത എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മാൻറ്റിലും കോറും തമ്മിൽ വേർതിരിക്കുന്ന ഇവിടെ ഒരു വിച്ഛിന്നത ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരെന്താണ്, ഈ പറയുന്ന മാൻറ്റിലും ഏതാണ്, കോറും തമ്മിലുള്ള ഇതാണ് നമ്മൾ ഗുട്ടൻബർഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഗുട്ടൻബർഗ് വിച്ഛിന്നത എന്ന് പറയുന്നത് മാൻറ്റിലും കോറും. അപ്പോൾ ക്രസ്റ്റും മാൻറ്റിലും മൊഹറോവിക്കും മാൻറ്റിലും കോറും തമ്മിൽ ഗുട്ടൻബർഗ് എന്നാണ് പറയുക. ഓക്കെ, ഇനിയും വേറെ വിച്ഛിന്നതകളൊക്കെ ഉണ്ട്, കോൺറാഡ്, റെപ്പറ്റി എന്നൊക്കെ പറഞ്ഞ സാധനം. പക്ഷേ മെയിനായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഈ രണ്ട് പേരുകൾ ആലോചിച്ച് വയ്ക്കുക. മൊഹറോവിക്ക് ഏറ്റവും മുകളിലും താഴോട്ട് വരുമ്പോൾ ഗുട്ടൻബർഗ് ആണ്, മാൻറ്റിലും കോറിനിടയ്ക്കും ഗുട്ടൻബർഗ്. ഈ രണ്ട് പേരെങ്കിലും നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ തെറ്റായതാണ്, അതിൽ അണ്ടർലൈൻ ചെയ്യുക. ഭൂകമ്പ തരംഗങ്ങളിൽ ശബ്ദ തരംഗങ്ങൾക്ക് സമാനമായത് പ്രാഥമിക തരംഗങ്ങളാണെന്നാണ് പറയുന്നത്, അല്ലേ? സൗണ്ട് വേവ്സ്, അതായത് പ്രാഥമിക തരംഗങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഭൂകമ്പ തരംഗങ്ങൾ, എർത്ത് ക്വേക്കിൻ്റെ വേവ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. രണ്ട് തരം വേവ്സ് ഉണ്ടല്ലേ, ഒന്ന് എസ് വേവ്സ്, ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സർഫസ് വേവ്സ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ ബോഡി വേവ്സ്, സർഫസിലൂടെ മാത്രം മൂവ് ചെയ്യുന്നതിനാണ് സർഫസ് വേവ്സ്. ഭൂമിയുടെ ബോഡിയിലൂടെ യാത്ര ചെയ്യുന്നതിനാണ് ബോഡി വേവ്സ് എന്ന് പറയുന്നത്. ഈ ബോഡി വേവ്സ് രണ്ട് തരത്തിലുണ്ട്, എസ് വേവ്സും പി വേവ്സും. പി എന്ന് പറയുന്നത് പ്രൈമറി അഥവാ പ്രാഥമിക തരംഗങ്ങൾ. എസ് വേവ്സ് എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡറി എന്ന് പറയുന്നതാണ്. ഓക്കെ, സെക്കൻഡറി വേവ്സ് എന്നാണ് പറയുന്നത് പ്രാഥമികത്തിനും. അടുത്തത് പി എന്ന് പറയുന്നതും എസ് എന്ന് പറയുന്നതും. അപ്പോൾ പ്രാഥമിക തരംഗങ്ങളും ദ്വിതീയ തരംഗങ്ങളും എന്ന് പറയുന്നതാണ് ബോഡി വേവ്സ്. ബോഡി തരംഗങ്ങളുടെ രണ്ട് ടൈപ്പാണ് പ്രാഥമികവും ദ്വിതീയ തരംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഭൂകമ്പ തരംഗങ്ങളിൽ ശബ്ദ തരംഗങ്ങൾക്ക് സമാനമായത് പ്രാഥമിക തരംഗങ്ങളാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ശരിയാണ് അല്ലേ? അത് ശരിയായ ശരിയാണ്. അപ്പോൾ ഭൂകമ്പ തരംഗങ്ങൾ ശബ്ദ തരംഗങ്ങൾക്ക് സമാനമായത്, പ്രാഥമികം എന്ന് പറയുമ്പോൾ ഈ പ്രൈമറി വേവ്സ് ആണ് പ്രാഥമികം.
പ്രാഥമിക വേവ്സ് എന്ന് പറയുന്നത് പ്രൈമറി വേവ്സ് ആണ്. ഇവ ശബ്ദ തരംഗങ്ങൾക്ക് എന്താണ് സമാനമാണ്. അപ്പോൾ ഈ പറയുന്ന ശബ്ദ തരംഗം എന്ന് പറയുന്ന ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നതാണ്. അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് അറിയപ്പെടുന്നതാണ് ശബ്ദ തരംഗങ്ങൾ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ പ്രാഥമിക തരംഗങ്ങൾ ശബ്ദ തരംഗങ്ങൾക്ക് സമാനമാണെന്ന് മനസ്സിലാക്കുക. ഇവ രണ്ടും എന്താണ്? അനുദൈർഘ്യ തരംഗങ്ങൾക്ക് എക്സാമ്പിളുകളാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ തെറ്റായത് പറയുമ്പോൾ ഒന്ന് ഉത്തരത്തിൽ വരത്തില്ല. അപ്പോൾ ഇത് നമുക്ക് വെട്ടിക്കളയാം. ഇനി രണ്ട്, ദ്വിതീയ തരംഗങ്ങൾ ഖരദ്രാവക വാതക പദാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ശരിക്കും തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം അപ്പോൾ 2 വരും, ഇവിടെ 2 വരും. അപ്പോൾ ഇതെന്തായാലും വരത്തില്ല. ഈ പറയുന്ന പ്രാഥമിക തരംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന 3 അവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്നത്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസിലൂടെ ഖരദ്രാവക വാതക പദാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വേവ്സ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രാഥമിക തരംഗങ്ങളാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഈ പറയുന്ന ദ്വിതീയ തരംഗം എന്ന് പറയുന്നത് ഖരത്തിലൂടെ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. ഖരത്തിലൂടെ മാത്രം ട്രാവൽ ചെയ്താണ് എസ്. അപ്പോൾ ഇവിടെ ആലോചിച്ച് വെച്ചാൽ മതി, ഇത് ദ്വിതീയമാണല്ലോ, എസ് എന്നാണ് ഇതിൻ്റെ പേര്. സെക്കൻഡറി എസ് സോളിഡിലൂടെ മാത്രമേ, സോളിഡിൻ്റെ സ്റ്റാർട്ടിങ്ങും എസ് അല്ലേ. അപ്പോൾ എസ്സിലൂടെ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. മറ്റ് 3ലൂടെയും ട്രാവൽ ചെയ്യുന്നത് പി ആണെന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി സാന്ദ്രത കൂടിയ മാധ്യമങ്ങളിൽ തരംഗങ്ങൾ കുറഞ്ഞ വേഗത്തിലാണ് സഞ്ചരിക്കുന്നതാണ്. അപ്പോൾ അത് ആലോചിച്ച് വയ്ക്കുക, എപ്പോഴും മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ രീതിയിലായിരിക്കും ശബ്ദതരംഗങ്ങളുടെ സ്പീഡ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വേഗതയിൽ പോകുന്നത് സോളിഡിലൂടെ ആയിരിക്കും. ഒരു ശബ്ദതരംഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരംഗം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് സോളിഡിലൂടെ ആയിരിക്കും. രണ്ടാമത്തെ വേഗതയിലാണ് സഞ്ചരിക്കുന്നതായിരിക്കും ലിക്വിഡിലൂടെ. ഏറ്റവും വേഗത കുറഞ്ഞായിരിക്കും ഗ്യാസിലൂടെ സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രത എന്ന് പറയുന്ന സാന്ദ്രത ഏറ്റവും കൂടിയ സാധനം എന്താണ്? സോളിഡ് ആയിരിക്കും. എല്ലാം അതിൻ്റെ ആറ്റംസും മോളിക്യൂൾസൊക്കെ വളരെ ക്ലോസ് ചെയ്ത് പാക്ക് ചെയ്തുകൊണ്ട് തന്നെ അതെന്താണ്? സോളിഡിലായിരിക്കും. ലിക്വിഡിനെ അപേക്ഷിച്ച് ഡെൻസിറ്റി കൂടുതൽ, സോളിഡിനായിരിക്കും ഗ്യാസിനെ അപേക്ഷിച്ച് ഡെൻസിറ്റി കൂടുതൽ, ലിക്വിഡിനായിരിക്കും ഗ്യാസിനെ അപേക്ഷിച്ച് ഡെൻസിറ്റി കൂടുതൽ അല്ലേ. അപ്പോൾ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ സോളിഡിലാണ്. അപ്പോൾ ഏതിനാണോ ഡെൻസിറ്റി കൂടുതൽ അതിലൂടെ ആയിരിക്കും ഏറ്റവും വേഗതയിൽ ഈ പറയുന്ന തരംഗങ്ങൾ സഞ്ചരിക്കുക. അപ്പോൾ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ തരംഗങ്ങൾ കൂടിയ വേഗത്തിലായിരിക്കും സഞ്ചരിക്കുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ 3 ഇവിടെ തെറ്റാണ്. അപ്പോൾ 3 ഉത്തരത്തിൽ വരണം. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാ വരേണ്ടത്? ഈ 35ൻ്റെ ഉത്തരം നമുക്ക് വേണ്ടത് ബി ആണ് നമ്മുടെ ഉത്തരം വരിക. ഓക്കെ, ഇനി ദ്വിതീയ തരംഗങ്ങളുടെ നിഴൽ മേഖല പ്രാഥമിക തരംഗ നിഴൽ മേഖലയേക്കാൾ കൂടുതൽ. അപ്പോൾ നിഴൽ മേഖല എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. ഇത്രയും കാര്യങ്ങൾ മാത്രം ആലോചിച്ച് വയ്ക്കുക. പി വേവ്സ്, പ്രാഥമിക വേവ്സ് എന്ന് പറയുന്നത് 3 ഖരദ്രാവക വാതകങ്ങളിലൂടെ സഞ്ചരിക്കും. അപ്പോൾ അത് കൂടുതൽ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ നിഴൽ മേഖല എന്ന് പറയുന്നത് ഈ പറയുന്ന ദ്വിതീയ തരംഗങ്ങളെ അപേക്ഷിച്ച് അത് കൂടുതലായിരിക്കില്ല, കുറവായിരിക്കില്ല. കാരണം എന്താ? നിഴൽ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? യാതൊരു തരത്തിലും, അതായത് ഒരു വേവ്സും ഒരു തരംഗങ്ങളും കാണപ്പെടാത്ത ഭാഗത്തെയാണ് എന്തെന്ന് പറയുക? നിഴൽ മേഖല. അവിടെ നിഴൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടെ സഞ്ചരിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭാഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആൾ പി ആണ്. അത് ഖരത്തിലൂടെയും ദ്രാവകത്തിലൂടെയും വാതകത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഭാഗത്തൂടെ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ നിഴൽ മേഖല എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇനി സെക്കൻഡറി അഥവാ എസ് വേവ്സ് അഥവാ ദ്വിതീയ തരംഗങ്ങൾ എന്ന് പറയുന്നത് ഖരത്തിലൂടെ മാത്രമേ, സോളിഡിലൂടെ മാത്രം ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ ഈ ഭൂമിൻ്റെ ഉള്ളിൽ സോളിഡിൻ്റെ ഭാഗം കുറവായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ നിഴൽ മേഖല എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ദ്വിതീയ തരംഗങ്ങളുടെ നിഴൽ മേഖല പ്രാഥമിക തരംഗ നിഴൽ മേഖലയേക്കാൾ കൂടുതലാണ് എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, എസ് വേവ്സ് എന്ന് പറയുന്നത് സോളിഡിലൂടെ മാത്രം ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയുടെ ഘടനയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഏതാണ്? ഈ പറയുന്ന എസ് വേവ്സ് അഥവാ സെക്കൻഡറി അഥവാ ദ്വിതീയ തരംഗങ്ങളാണ്. കാരണം അത് സോളിഡിലൂടെ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ അത് മൂവ് ചെയ്യുന്ന ഭാഗം ഭൂമിയുടെ ഘടനയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗം സോളിഡാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ പ്രാഥമികമാണെങ്കിൽ അത് 3ലൂടെയും ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ ഈ പറയുന്ന മേഖല ഏതാണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. എസ്സിലൂടെ മാത്രം, സോളിഡിലൂടെ മാത്രം ട്രാവൽ ചെയ്യുന്നത്, അത് ട്രാവൽ ചെയ്യുന്നത് സോളിഡാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഭൂമിയുടെ ഘടനയെക്കുറിച്ച് ഏറ്റവും പഠിക്കാൻ കൂടുതൽ സഹായിക്കുന്നത് ഈ പറയുന്ന എസ് വേവ്സ് അഥവാ ദ്വിതീയ തരംഗങ്ങളായിരിക്കും. അപ്പോൾ 35ൻ്റെ ഉത്തരം ഏതാണ്? ബി ആണ്. അടുത്ത ചോദ്യം നോക്കിയാൽ താഴെ പറയുന്നത് ശരിയായ വസ്തുക്കൾ തിരഞ്ഞെടുക്കുക. ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 2.4% ഭൂമിയുടെ ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്ന ഒരു SCERT ഫാക്റ്റാണ്. അത് ശരിയാണ് അല്ലേ? 36 എന്നാൽ ശരിയായതാണ് ചോദിച്ചുള്ളത്. ഓക്കെ, അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്ത് നോക്കി, ഇന്ത്യയുടെ തെക്കുഭാഗം ഉപോഷ്ണ മേഖലയിലും വടക്കുഭാഗം ഉഷ്ണമേഖലയിലുമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യ നമുക്കറിയാം അല്ലേ? ഏകദേശം ഞാനൊരു ഷേപ്പ് വരയ്ക്കുന്നത് ഇന്ത്യ എന്ന് വിചാരിക്കുക. ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്?
ഈ അറ്റം ടച്ച് ചെയ്യുന്നത് എവിടെയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡാണ്. ഇതെന്ന് പറയുന്നതോ, ഈ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതോ 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 23 ഏകദേശം ഇവിടെ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് എന്താണ്? 23.5 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന അക്ഷാംശം എന്നല്ലേ. 23.5 ഡിഗ്രി എന്ന് പറയുന്നതാണ് ഉത്തരായന രേഖ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ട് ഇന്ത്യയിലൂടെ. കാരണം ഈ 8ന്റെ 37 ഇടയ്ക്ക് കൂടെയാണല്ലോ 23 വരിക, ആ ഒരു നമ്പർ വരുന്നത്. അപ്പോൾ ഉത്തരായന രേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഉത്തരായന രേഖ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ഈ ഉത്തരായന രേഖയാണ് ഇന്ത്യയെ എന്ത് ചെയ്യുന്നത്? വടക്കേ ഇന്ത്യ എന്നും അതേപോലെ തെക്കേ ഇന്ത്യ എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഭൂമി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ഭൂമി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് ഇക്വേറ്ററാണ്, 0 ഡിഗ്രിയാണ്. പിന്നെ ഇത് ഉത്തരായന രേഖയാണ്, 23.5 ഡിഗ്രി. അപ്പോൾ സൂര്യൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ പറയുന്ന ഇക്വേറ്ററിലായിരിക്കും അല്ലേ സൂര്യൻ ഇങ്ങനെ നേർമുഖമായിട്ട് വരുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖയ്ക്ക് കീഴിലുള്ള ഈ ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉഷ്ണമേഖല എന്ന് പറയുന്നത് അല്ലേ. ട്രോപ്പിക്സ് എന്ന് പറയുന്നത് അല്ലേ. ട്രോപ്പിക്സ് അഥവാ ഉഷ്ണമേഖല എന്ന് പറയുന്നത് ഈ 23ക്ക് താഴെയുള്ള ഭാഗത്തെ ആയിരിക്കും നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ 23ക്ക് താഴെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ ഭാഗമല്ലേ വരുന്നത്? നമ്മുടെ തെക്കേ ഇന്ത്യയിലേ വരുന്നത്, അതല്ലേ ഉഷ്ണമേഖലയിൽ വരേണ്ടത്. അപ്പോൾ ഇന്ത്യയുടെ തെക്ക് ഭാഗം എന്ന് പറയുന്നത് ഉപോഷ്ണ മേഖലയിലല്ല വരേണ്ടത്, ഉഷ്ണമേഖലയിലാണ് വരേണ്ടത്. ഇനി ഈ 23.5 ഡിഗ്രി എന്ന് പറയുന്ന ഈ ഉത്തരായന രേഖയ്ക്ക് മുകളിലുള്ള ഭാഗം 66.5 ഡിഗ്രി വരുന്ന ഈ ഒരു ഭാഗത്തിൻ്റെ ഈ ഇടയ്ക്കുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ പറയുന്ന ഈ ഒരു ഭാഗം എന്താണെന്ന് പറയുക? ഇതിനെ നമ്മൾ ഉഷ്ണ മിതോഷ്ണ മേഖല എന്നാണ് പറയുന്നത് അല്ലേ. ഉഷ്ണ മിതോഷ്ണ മേഖല, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഉപോഷ്ണ മേഖല എന്ന് പറയാം. എന്ന് പറയാം, ഒന്നെങ്കിൽ നമുക്ക് ഉപോഷ്ണ മേഖല എന്ന് പറയാം, അല്ലെങ്കിൽ ഉഷ്ണ മിതോഷ്ണ മേഖല എന്ന് പറയും. ഇവിടെ ചൂട് കൂടുതലായിട്ട് നമ്മൾ ഇങ്ങനെ ട്രോപ്പിക്സ് അഥവാ ഉഷ്ണമേഖല എന്ന് പറയും. ഇവിടെ അത്ര ഉണ്ടാകില്ല. 23 കുറച്ചും കൂടെ മുകളിലേക്ക് എത്തിയില്ലേ, പോൾസിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ചൂട് ഇവിടെ കുറഞ്ഞു. അപ്പോൾ ഇത് ട്രോപ്പിക്കലല്ല, നമുക്ക് എന്ത് പറയാം? സബ് ട്രോപ്പിക്കലാന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക? ഒരു വാം ടെമ്പറേറ്റ് സോൺ അഥവാ എന്ന് പറയാം. അപ്പോൾ ഉപോഷ്ണ മേഖല എന്ന് പറയാം, അല്ലെങ്കിൽ എന്താ പറയുക? ഉഷ്ണ മിതോഷ്ണ മേഖല എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ ഈ ഒരു പ്രദേശമാണ് ഉഷ്ണമേഖല എന്നും ഈ പറയുന്ന മുകൾ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഉപോഷ്ണ മേഖല എന്ന് പറയുന്നതും. അപ്പോൾ വടക്കേ ഇന്ത്യയാണ് ഉപോഷ്ണ മേഖലയും തെക്കേ ഇന്ത്യയാണ് ഉഷ്ണമേഖലയും. എന്താണ് നമ്മുടെ NCERTയിലെ ഒരു ഫാക്റ്റ്, ഞാൻ അതേ എടുത്ത് തന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2 തെറ്റാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഒന്ന് ശരിയാണെങ്കിൽ ഇത് വരും. 2 തെറ്റാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതെന്തായാലും വരത്തില്ല. 2 തെറ്റാണ്, അപ്പോൾ ഇതെന്തായാലും വരത്തില്ല അല്ലേ. ഇനി B അല്ലെങ്കിൽ C ആണ് ഉത്തരമായിട്ട് വരണം. B അല്ലെങ്കിൽ C ഉത്തരം വരണം. ഇനി അടുത്ത് നോക്കിയേ, നല്ലമലൈ, ജാവതി, മഹേന്ദ്രഗിരി എന്നീ കുന്നുകൾ അവശിഷ്ട പർവ്വതങ്ങളാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ഞാൻ NCERTയിലെ ഒരു ഫാക്റ്റ് അതുപോലെ എടുത്ത് തന്നതാണ്. ഓക്കെ, NCERTയുടെ ഫാക്റ്റാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നല്ലമല, ജാവതി, മഹേന്ദ്രഗിരി എന്നീ കുന്നുകൾ അവശിഷ്ട പർവ്വതങ്ങളാണ്, ഇന്ത്യയിലെ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ 3 ശരിയാണ്. അപ്പോൾ 3 ശരിയാകുമ്പോൾ തന്നെ ഏത് വരണം? C ആണ് ഉത്തരം വരേണ്ടത് അല്ലേ. C. നമ്മുടെ ഉത്തരം ഏതാണ്? 36ൻ്റെ ഉത്തരം C എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി കുറച്ച് അവശിഷ്ട പർവ്വതങ്ങളുടെ കൂടെ ഉത്തരം NCERT പറയുന്നത് ഇങ്ങനെയാണ്. ആരവല്ലി, ഇവിടെ ഞാൻ കുറച്ച് പേരേ തന്നിട്ടുള്ളൂ. ആരവല്ലി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, അവശിഷ്ട പർവ്വതമാണ് ആരവല്ലി. അതേപോലെ ഇവിടെ തന്ന നല്ലമലൈ, അതേപോലെ ജാവതി, അതേപോലെ വേളികൊണ്ട, പാൽക്കൊണ്ട, മഹേന്ദ്രഗിരി എന്നീ കുന്നുകളൊക്കെ അവശിഷ്ട പർവ്വതങ്ങൾ അഥവാ റെസിഡ്യൂറി മൗണ്ടൻസിന് എക്സാമ്പിളുകളാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി എന്താണ്? ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് വടക്കാണെന്നാണ് പറയുന്നത് അല്ലേ. മാനക ഈ പറയുന്ന രേഖാംശം എന്ന് പറയുന്നതാണ് സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് മെറീഡിയൻ എന്ന് പറയുന്നത് ഏകദേശം എങ്ങനെയാണ് വരുന്നത്? ഈ രീതിയിലാണ് വരിക അല്ലേ. ഇന്ത്യയുടെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഈ പറയുന്ന രേഖാംശം വരേണ്ടത് അല്ലേ. രേഖാംശമാണ് വരേണ്ടത്, അക്ഷാംശമല്ല, രേഖാംശമാണ്. അപ്പോൾ രേഖാംശം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക, നോർത്ത് സൗത്ത് എന്നുള്ള രീതിയിലാണ് എന്ത് വരിക? ഈ പറയുന്ന അതായത് നോർത്ത് ഈസ്റ്റ്, ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എന്നുള്ള രീതിയിലാണ്
നോർത്ത് സൗത്ത് അഥവാ വടക്ക് തെക്ക് എന്നുള്ള രീതിയിലാണ് ഇത് വരിക. അപ്പോൾ ഇവിടെ വരേണ്ട എത്ര വരുമ്പോൾ 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് വരുന്നത്, ഈ സാധനം വരുന്നത്. കാരണം എന്താണ്, ഇപ്പോൾ ഭൂമിനെ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അഥവാ ഗ്രീൻവിച്ച് മെറീഡിയൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇതിൻ്റെ വലത് ഭാഗത്തുള്ള സാധനമല്ല വരുന്നത്, വലത് ഭാഗത്ത് ഇങ്ങനെ ഈസ്റ്റ്, ഇവിടെ വെസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് വരുന്നതൊക്കെ ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ് ഈസ്റ്റ് ആയിട്ടാണ് വരിക. ഈസ്റ്റ് വരുമ്പോൾ ആ ഭാഗത്താണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുക, ഈസ്റ്റ് എന്നാണ് വരേണ്ടത്. 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക് എന്നാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ എന്താ തന്നിരിക്കുന്നത്, വടക്ക് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വടക്കല്ല, കിഴക്കാണ്. അപ്പോൾ ഇന്ത്യയുടെ മാനകരേഖാംശം 82 ഡിഗ്രി 30 മിനിറ്റ് എന്താണ്, കിഴക്കാണ്. അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഇത് തെറ്റിയത്. അപ്പോൾ ഇന്ത്യൻ മാനക സമയം അഥവാ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഗ്രീൻവിച്ച് മാനക സമയത്തേക്കാൾ 5.5 മണിക്കൂറാണ് മുന്നിലുള്ളത് അല്ലേ. 5.5 മണിക്കൂർ മുന്നിലാണെന്ന് മനസ്സിലാപ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ മാനക രേഖാംശത്തിൻ്റെ സമയം എന്ന് പറയുന്നത് ഗ്രീൻവിച്ചിലെ സമയത്തിൻ്റെ 5.5 മണിക്കൂർ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അതേപോലെ ഇന്ത്യയുടെ രേഖാംശത്തിൻ്റെ ഒരു അളവെന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇതാണ് ഇന്ത്യ എന്നെങ്കിൽ ഈ പറയുന്ന അറ്റമാണ് എന്ത് വരുന്നത്, 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക്. ഈ അറ്റം വരുന്നതോ 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക്. ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഭാഗമാണ് 82 ഡിഗ്രി കിഴക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത താഴെ പറയുന്നതിൽ ട്രാൻസ് ഹിമാലയാസിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം എന്നാണ്. ട്രാൻസ് ഹിമാലയാസിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം. അപ്പോൾ ഈ ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത് ഹിമാലയത്തിൻ്റെ അപ്പുറം എന്നാണ് ട്രാൻസിൻ്റെ അർത്ഥം. ട്രാൻസ് എന്ന് പറഞ്ഞാൽ അപ്പുറം എന്നുള്ള രീതിയിലാണ് ആലോചിച്ച് വെക്കേണ്ടത്. ഇതിൻ്റെ ഒരു ഓർഡർ പറയുകയാണ്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള ഓർഡർ ഇങ്ങനെ വരിക. അതിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ് KLZ എന്നുള്ള രീതിയിൽ. ഓക്കെ, KLZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്തിൽ ഏറ്റവും നോർത്തിൽ വരുന്നത്, ട്രാൻസ് ഹിമാലയാസിലെ ഏറ്റവും നോർത്തിൽ വരുന്നത് കാരക്കോറമാണ്. അതിൻ്റെ കാരക്കോറം. ഓക്കെ, പിന്നെ രണ്ടാമത് ലഡാക്കാണ് വരുന്നത് അല്ലേ. അത് കഴിഞ്ഞാൽ സസ്കറ വരുന്നത്. ഓക്കെ, അപ്പോൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നുള്ള ഓർഡറിലാണ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് ട്രാൻസ് ഹിമാലയാസ് കിടക്കുന്നത്. അപ്പോൾ ഈ കാരക്കോറം എന്ന് പറയുന്നത് എന്തിൻ്റെ, ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ്. സസ്കർ എങ്ങനെയാണ്, ലഡാക്കൊക്കെ ട്രാൻസ് ഹിമാലയാസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ 2 എന്തായാലും ഉത്തരത്തിൽ വരണം. 2 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, 2 ഉണ്ട്. 4ഉം 5ഉം വരണം. 4ഉം 5 ഇവിടെ ഉണ്ട്, 4ഉം 5 ഇവിടെ ഉണ്ട്. പക്ഷേ ഏത് വരത്തില്ല, പീർപ്പഞ്ചലും ധവളാധറും വരത്തില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരം വരുന്നത് ഏതായിരിക്കും, 37ൻ്റെ ഉത്തരം ബി ആയിരിക്കും. 37ൻ്റെ ഉത്തരം ബി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പീർപ്പഞ്ചൽ ധവളാധർ എന്നൊക്കെ പറയുന്നത് എന്താ നമുക്ക് നോക്കാം. പീർപ്പഞ്ചൽ എന്ന് പറയുന്നത് നമ്മുടെ ഹിമാചൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ലെസ്സർ ഹിമാലയാസ് അഥവാ ഹിമാലയത്തിന് 3ആയിട്ട് തിരിക്കുന്നുള്ളൂ. ഹിമാദ്രി, ഹിമാചൽ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ശിവാലിക് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതിൽ ഹിമാചലിൽ വരുന്നതാണ് പീർപ്പഞ്ചൽ എന്ന് പറയുന്നത്. ഓക്കെ, ഹിമാചൽ അഥവാ ലെസ്സർ ഹിമാലയാസിൽ വരുന്നതായിരിക്കും പീർപ്പഞ്ചൽ. ശരിക്കും ഇത് വരുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീരിലാണ് പീർപ്പഞ്ചൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ധൗളാധർ എന്ന് പറയുന്നത് വരുന്നത് സംസ്ഥാനം ഹിമാചൽ പ്രദേശിലാണ്. ഇതും എന്തിൻ്റെ ഭാഗമാണ്, ഈ പറയുന്ന ലെസ്സർ ഹിമാലയാസ് അഥവാ ഹിമാചലിൻ്റെ ഭാഗമാണ്. ധൗളാധർ വരുന്ന സംസ്ഥാനവും ഹിമാചൽ പ്രദേശാണ്. പീർപ്പഞ്ചൽ വരുന്ന സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. ഓക്കെ, ജമ്മു കാശ്മീരിനെ ജമ്മു എന്നും കാശ്മീർ എന്നും വേർതിരിക്കുന്ന മലനിര ഏതാണെന്ന് ചോദിച്ചാൽ അത് പീർപ്പഞ്ചൽ മലനിരയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൗണ്ട് K2 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിനാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ മൗണ്ട് K2 വരുന്നത് എവിടെയാണ്, കാരക്കോറത്തിലാണ്. ഓക്കെ, കാരക്കോറം മലനിരകളിലാണ് മൗണ്ട് K2 വരുന്നത്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാഞ്ചൻജംഗ എന്ന് കേട്ടിട്ടുണ്ടാവും. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. ഇത് എവിടെയാണ്, സിക്കിമിലാണ് അല്ലേ. സിക്കിമിലാണ് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്. ഈ കാഞ്ചൻജംഗ ഏതിൻ്റെ ഭാഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയത്തിൻ്റെ 3 ഭാഗങ്ങളായ ഹിമാദ്രി, ഹിമാചലിനുണ്ടല്ലോ, ശിവാലിക്, അതിൽ ഹിമാദ്രിയിലാണ് ഈ പറയുന്ന കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്.
ഓക്കെ, ഗ്രേറ്റർ ഹിമാലയാസ് അഥവാ ഹിമാദ്രി എന്നറിയപ്പെടുന്ന ഇതിലാണ് എന്ത് കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് പൂർണ്ണമായി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരമുള്ള കൊടുമുടി എന്ന് പറയുന്നത്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഇത് ഹിമാദ്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹിമാദ്രിയിലെ മറ്റൊരു കൊടുമുടിയാണ് എന്ത് മൗണ്ട് എവറസ്റ്റ്. ലോകത്തിലെ ഏറ്റവും ഉയരം ഉള്ള കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ് എന്ന് പറയുന്നത്. നേപ്പാളിലാണ്, അത് ഹിമാദ്രിയുടെ ഭാഗത്താണ് കാണപ്പെടുന്നത് എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ പിർപ്പഞ്ചിൽ നമ്മൾ പറഞ്ഞു, ധൗളാധർ പറഞ്ഞു. അതുപോലെ തന്നെ ഹിമാചൽ എന്ന് പറയുന്ന ലെസ്സർ ഹിമാലയാസിൽ കാണപ്പെടുന്ന മറ്റ് ഭാഗങ്ങളാണ്. ഒന്ന് പിർപ്പഞ്ചിൽ പറഞ്ഞു, ഒന്ന് ധൗളാധർ എന്ന് പറഞ്ഞു, പിന്നെയാണ് നാഗ് ടിബ, മുസോറി, മഹാഭാരത് റേഞ്ചസ്. അതൊക്കെ ഈ പറയുന്ന ഏതിലാണ് വരുന്നത്? ഹിമാചൽ അഥവാ ലെസ്സർ ഹിമാലയാസിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിമാലയം ഇങ്ങനെയാണ് കിടക്കുന്നത് ഏകദേശം അല്ലേ. അതിൻ്റെ ഈ പറയുന്നത് ഇതുണ്ട്, കിഴക്കൻ പടിഞ്ഞാറൻ എന്നൊക്കെ. ഇത് പടിഞ്ഞാറൻ നങ്കൂരം എന്ന് പറയുന്നത് എവിടെയാണ്? പടിഞ്ഞാറൻ നങ്കൂരം എന്ന് പറയുന്നത് ഈ പറയുന്ന ടിബറ്റിൽ കിടക്കുന്ന എന്താണ്? നംചാ പർവ്വതമാണ്. പടിഞ്ഞാറൻ നങ്കൂരം എന്ന് പറയുന്നത് നംഗ പർവ്വതമാണ്. കിഴക്കൻ നങ്കൂരം എന്ന് പറയുന്നതാണ് നംചാ പർവ്വതം. ഇത് ടിബറ്റിൽ കിടക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇങ്ങനെയാണ് ഏകദേശം ഹിമാലയം കിടക്കുന്നത്. അപ്പോൾ പടിഞ്ഞാറ് വരുന്ന ഈ ഭാഗത്ത് പടിഞ്ഞാറൻ നങ്കൂരം അല്ലെങ്കിൽ എന്താ പറയുക, ഹിമാലയത്തിൻ്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്ത് വരുന്ന കൊടുമുടി എന്നൊക്കെ പറയാൻ പറ്റും. ഇതാണ് നംഗ പർവ്വത് എന്ന് പറയുന്നത്. ഇതാണ് ഹിമാലയത്തിൻ്റെ ഏറ്റവും കിഴക്കേ അറ്റത്ത് വരുന്ന കൊടുമുടി, അല്ലെങ്കിൽ ഈ കിഴക്കൻ നങ്കൂരം എന്നൊക്കെ പറയുന്നത് നംചാ പർവ്വതമാണ്. ഓക്കെ, അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. അടുത്ത ചോദ്യം നോക്കിക്കേ. ചേരുംപടി ചേർക്കാനാണ് അടുത്തത്. ചേരുംപടി ചേർക്കുക. സോജില, നാഥുല, മണികരൻ, ഡഫ്ല എന്ന് പറയുന്നത്. അപ്പോൾ സോജില എന്ന് പറയുന്നത് ഒരു പാസ്സാണ്, നിങ്ങൾക്കറിയാം, ഒരു ചുരമാണ്. ഇതെവിടെ വരുന്നത്? ജമ്മു ആൻഡ് കാശ്മീർ, ജമ്മു കാശ്മീരിൽ വരുന്ന ഒരു ചുരമാണ് സോജില എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒന്നിൻ്റെ ഉത്തരം ബി ആയിട്ടാണ് വരുന്നത്. 1 ബി വരുന്നത് എവിടെയൊക്കെയാണ്? ഇവിടെ വരുന്നുണ്ട്. ഇവിടെ മാത്രമേ വരുന്നുള്ളൂ അല്ലേ. ഇവിടെയും വരുന്നുണ്ട് 1 ബി. ഇനി നാഥൂല എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? സിക്കിമിലാണ് വരുന്നത്. നാഥൂല വരുന്നത് സിക്കിമിലാണ്. അപ്പോൾ 2 സി വരുന്നത് എവിടെയാണ്? 2 സി ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഉത്തരം വരുന്നത് ഏതാ? ഡി ആണ് അല്ലേ. 32 ഉത്തരം ഡി ആണ്. ഇനി മണിക്കരൻ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിൽ വരുന്നു. ഡഫ്ല എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സോജില എന്താണ്? സോജില ഒരു പാസ്സാണ്, ജമ്മു കാശ്മീരിലാണ് വരുന്നത്. കാർഗിലിനെ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ലഡാക്കിലെ കാർഗിൽ ഡിസ്ട്രിക്റ്റിനെ, അതായത് കാർഗിലാണ് ഇത് വരുന്നത്, മനസ്സിലായത്? അതായത് സോജില വരുന്നത് എവിടെയാണ്? കാർഗിലാണ്. ലഡാക്ക് ഡിസ്ട്രിക്റ്റിലെ കാർഗിലാണ് ഇത് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ഇത് കാർഗിലാണ് വരുന്നത് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേയിനെ ശ്രീനഗറുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും ജമ്മു കാശ്മീരിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. കാർഗിൽ ഭാഗത്താണ് കാണപ്പെടുന്നത്. ലേയിനെ ശ്രീനഗറുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ സോജില. ലേയിനെ ശ്രീനഗറുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലഡാക്ക് എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയും കാശ്മീർ എന്ന് പറയുന്ന യൂണിയൻ ടെറിട്ടറിയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പാസ്സാണ് എന്തെന്ന് പറയുന്നത്? സോജില എന്ന് പറയുന്നത്. ഇനി നാഥുല എന്ന് പറയുന്ന പാസ് എവിടെയാണ്? സിക്കിമിലാണ് വരുന്നത് അല്ലേ. സിക്കിമിലാണ് നാഥുല എന്ന് പറയുന്ന പാസ് വരുന്നത്. സിക്കിമിനെ ടിബറ്റിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. മാനസരോവരം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. മാനസരോവര യാത്രയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പാസ്സാണ് നാഥുല എന്ന് പറയുന്നത്. കൈലാസ യാത്രയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ടിബറ്റിലേക്ക് പോകാനാണ്, ചുരുക്കി പറഞ്ഞാൽ സിക്കിമിൽ നിന്ന് ടിബറ്റിലേക്ക് പോകാൻ ഉപയോഗിക്കുന്നത് നാഥുല എന്ന് പറയുന്ന ഒരു പാസ്സാണ്. അതുപോലെ തന്നെ മറ്റൊരു പാസ്സാണ് ലിപുലേഖ എന്ന് പറയുന്നത്. ലിപുലേഖ് എന്ന് പറയുന്ന പാസ് വരുന്നത് ഉത്തരാഖണ്ഡിലാണ് ലിപുലേഖ് എന്ന് പറയുന്ന പാസ്. ഇത് ഉത്തരാഖണ്ഡിൽ നിന്ന് ടിബറ്റിലേക്ക് പോകുന്നതിനാണ് ലിപുലേഖ് എന്ന് പറയുന്ന പാസ് ഉപയോഗിക്കുന്നത്. ഇതും നമ്മൾ എന്താണ്? മാനസരോവര തീരം ആ ഒരു കൈലാസ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പാസ് തന്നെയാണ്. പിന്നെ ഷിപ്കീല എന്ന് പറയുന്ന മറ്റൊരു പാസ് ഉണ്ട്. ഷിപ്കീല എന്ന് പെട്ടെന്ന് ആലോചിക്കുക. ഷീ എന്ന് പറയുമ്പോൾ നമ്മൾ ഹി എന്ന് ആലോചിക്കണം. ഓക്കെ, അപ്പോൾ ഹി ഷിപ്കീല എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശിലാണ് വരുന്നത്. ഷിപ്കീല ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശിൽ നിന്ന് ടിബറ്റിലേക്ക് പോകുന്നതാണ്. പിന്നെ ഇവിടെ മണിക്കരൺ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മണിക്കരൺ എന്ന് പറയുന്ന ഒരു ഗെയ്സറാണ്. അതായത് ഭൂമിക്കടിയിൽ നിന്നും വരുന്ന ഹോട്ട് സ്പ്രിംഗ് ആണ് അല്ലേ. ചൂടായിട്ടുള്ള വെള്ളം ഇങ്ങനെ ഇതായി വരുന്നതാണ് ഈ പറയുന്ന ജിയോതെർമൽ എനർജി, ജിയോതെർമൽ പവറൊക്കെ വരുന്ന ഒരു സംഭവമാണ് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അതാണ് മണിക്കരൺ എന്ന് പറയുന്നത്. ഇത് എവിടെയാണെന്ന് വെച്ചാൽ ഹിമാചൽ പ്രദേശിലെ
പർവതി എന്ന് പറയുന്ന വാലിയിലാണ്. പാർവതി എന്ന് പറയുന്ന പർവതി അല്ലെങ്കിൽ ആ ഒരു പറയുന്ന വാലിയിലാണ്, ഹിമാചൽ പ്രദേശിലാണ് മണിക്കരൻ കാണപ്പെടുന്നത്. പിന്നെ ഡഫ്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞു ഹിമാലയത്തിൻ്റെ 3 ഭാഗങ്ങളിൽ ഒന്നാണ് ശിവാലിക് എന്ന് പറയുന്നത്. ശിവാലിക് റേഞ്ചിൽ വരുന്ന ഒരു കുന്നാണെന്ന് പറയുന്നത് ഡഫ്ല എന്ന് പറയുന്ന ഹിൽസ്. ഓക്കെ, അപ്പോൾ ശിവാലിക് എന്ന് പറയുന്നതാണ് ഹിമാലയത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് കണ്ടുവരുന്ന ഒരു ഭാഗമാണ്. അതന്നെ ഹിമാലയത്തിൻ്റെ ഏറ്റവും ഉയരം കുറഞ്ഞ ഹിമാലയത്തിൻ്റെ ഭാഗമാണ് ഈ ശിവാലിക് എന്ന് പറയുന്നത്. ആ ശിവാലിക്കിൻ്റെ അരുണാചൽ പ്രദേശിലുള്ള കുറച്ച് കുന്നുകളുടെ പേരാണ് ആലോചിച്ച് വെക്കേണ്ടത്. ഒന്ന് ഇവിടെ തന്നിരിക്കുന്ന ഡഫ്ല എന്നാണ്. ഓക്കെ, പിന്നെ ഒന്ന് മിരി എന്നാണ്, MIRI മിരി, മിഷ്മി അബോർ എന്ന് പറയുന്നതാണ്. ഡഫ്ല, മിറി, മിഷ്മി അബോർ എന്നൊക്കെ പറയുന്നത് അരുണാചൽ പ്രദേശിൽ കാണപ്പെടുന്ന ശിവാലിക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന കുന്നുകളാണ്. അതും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, താഴെ പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ശരിയായ കേരളവുമായി ഏറ്റവും കൂടുതൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം കർണാടക. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം കർണാടകയല്ല, എവിടെയാണ്? തമിഴ്നാടാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, തമിഴ്നാടാണ്. അതുപോലെ തന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് പാൽച്ചുരം എന്ന് പറയുന്നത് ശരിയാണ്. കേരളത്തിന് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് തന്നെയാണ്. കേരളത്തിൽ 3 ജില്ലകളിൽ കടൽത്തീരമില്ല എന്നാണ് പറഞ്ഞത്. കേരളത്തിൽ 3 ജില്ലകളിലല്ല 5 ജില്ലകളിലാണ് കടൽത്തീരമില്ലാത്തത് അല്ലേ? ഏതൊക്കെയാണ്? പാലക്കാട്, പത്തനംതിട്ട, വയനാട്, കോട്ടയം, ഇടുക്കി. ഏതൊക്കെയാണ്? പാലക്കാട്, പത്തനംതിട്ട, വയനാട്, കോട്ടയം, ഇടുക്കി ജില്ലകളിലാണ് കടൽത്തീരമില്ലാത്തത്. അപ്പോൾ 1 ശരിയല്ല, 4 ശരിയല്ല അല്ലേ? അപ്പോൾ ഇത് പോയി. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 39 D ആണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ള ജില്ല ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഇടുക്കി ജില്ലയാണ് സ്ത്രീ പുരുഷ അനുപാതത്തിൽ 2011 സെൻസസ് പ്രകാരം സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറവുള്ള ജില്ല ഏതാണെന്ന് വെച്ചാൽ ഇടുക്കി ജില്ലയാണ്, 40 B ആണ്. ഏറ്റവും കൂടിയ ജില്ല ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, കണ്ണൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് വേറെ കുറച്ച് കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ സ്ത്രീ പുരുഷ അനുപാതം കൂടുതലുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ കേരളത്തിലാണ്. പിന്നെ 2011 സെൻസസ് പ്രകാരം നെഗറ്റീവ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ ജില്ലകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ പത്തനംതിട്ടയും ഇടുക്കി ഡിസ്ട്രിക്റ്റുമാണ്. ഓക്കെ, നെഗറ്റീവ് ജനസംഖ്യാ വളർച്ചാ നിരക്ക് കേരളത്തിൽ അടയാളപ്പെടുത്തിയ ജില്ലകൾ പത്തനംതിട്ടയും ഇടുക്കി ജില്ലയുമാണ്. അടുത്ത നോക്കാം, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇരിങ്ങോൾ കാവ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇരിങ്ങോൾ കാവ് എന്ന് പറയുന്നത് ഇടുക്കിയിലല്ല, എവിടെയാണ്? എറണാകുളത്താണ്. എറണാകുളത്ത് പെരുമ്പാവൂരിലാണ് ഇരിങ്ങോൾ കാവ് എന്ന് പറയുന്നത്. ഇത് കാട്ടിനുള്ളിലുള്ള ഒരു ദുർഗാദേവിയുടെ അമ്പലമാണ്, ക്ഷേത്രമാണ് ഇരിങ്ങോൾ കാവ് എന്ന് പറയുന്നത്. ഓക്കെ, അത് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ 1 തെറ്റാണ് അല്ലേ? അടുത്തത്, ജാനകിക്കാട് എക്കോ ടൂറിസം എന്ന് പറയുന്നത് കണ്ണൂരല്ല, അത് കോഴിക്കോടാണ്. കോഴിക്കോടാണ് ജാനകിക്കാട് എക്കോ ടൂറിസം. വൈന്തല തടാകം വരുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്, അത് ശരിയാണ്. അപ്പോൾ 1 എവിടെയാണ്? 3 മാത്രമാണ് ഇവിടെ ശരിയുള്ളത്. അപ്പോൾ 41ൻ്റെ ഉത്തരം C ആണ്. വൈന്തല തടാകം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അരിപ്പ പക്ഷി സങ്കേതം നിങ്ങൾക്കറിയാം, കാസർഗോഡല്ല, എവിടെയാണ്? തിരുവനന്തപുരത്താണ് അരിപ്പ പക്ഷി സങ്കേതം. അടുത്ത, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരി ഏത്? ഒരു നിശ്ചിത കാലയളവിൽ രാജ്യത്തിൻ്റെ അതിർത്തിക്കകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് GNP അല്ല GDP ആണ്. ഇന്ത്യക്കാർ ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യമാണ് GNP. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇവിടെ പറയുന്നില്ല. അപ്പോൾ 42ൻ്റെ ഉത്തരം D ആണ്. 43, 2022 ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അതും ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എക്കണോമിക്സിൻ്റെ ക്ലാസ് പോയി റെഫർ ചെയ്യുക. അപ്പോൾ ഏതാണ് ഉത്തരം? 108 ആണ് ലിംഗ അസമത്വം. ഓക്കെ, താഴെ പറയുന്ന പ്രസ്താവന കഴിഞ്ഞ 10 വർഷത്തിൽ ഏറ്റവും വേഗത്തിൽ പ്രതിശീർഷ വരുമാന വളർച്ച രേഖപ്പെടുത്തിയ സംസ്ഥാനം മധ്യപ്രദേശാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 44 നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്, മധ്യപ്രദേശ് അല്ല, കർണാടകയാണ്. പ്രതിശീർഷ വരുമാന വളർച്ച രേഖപ്പെടുത്തിയ സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ സ്ഥാനം 9 തന്നെയാണ്. അപ്പോൾ 44 ഉത്തരം B ആണ്. ഇതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അവിടെ നിങ്ങൾ റെഫർ ചെയ്യുക. അടുത്തത്, വ്യവസായവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തെ പദ്ധതി ഇത്രയുള്ളൂ. 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത്. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഹരിപുര സെഷൻ നടക്കുന്നത്. അത് അധ്യക്ഷത വഹിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. അതിൻ്റെ പുള്ളിയാണ് ഈ പറയുന്ന ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? അപ്പോൾ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് 45ൻ്റെ ഉത്തരം C ആണ്.
ഇന്ത്യയിൽ ആസൂത്രണത്തിൻ്റെ പിതാവ് ആരാണ് അല്ലേ? ഇന്ത്യയുടെ ആസൂത്രണ പിതാവ് എം വിശ്വേശ്വരയ്യാണ്. ആസൂത്രണത്തിൻ്റെ ശില്പിയാണ് എന്ത് PC മഹൽനോബിസ്, മാറിപ്പോരുന്നൊക്കെ ക്ലാസ്സിൽ പറഞ്ഞാണ്, അവിടെ പോയി റെഫർ ചെയ്യാം. 47 നോക്കി, 2023-24 മാനവ വികസന സൂചിക റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്ന കാര്യങ്ങൾ. ഇത് നമ്മൾ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ രണ്ടും ശരിയാണെന്നാണ് ഉത്തരം. അടുത്ത നോക്കിയാൽ താഴെ പറയുന്ന ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റികൾ ഏതെല്ലാം? ഇതിൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാണ് കാർവേ കമ്മിറ്റി. നമ്മുടെ NCERT ടെക്സ്റ്റിൽ കൊടുത്ത ഒരു പേരാണ് കാർവേ കമ്മിറ്റി. അപ്പോൾ ആ പേര് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും. കാരണം ഇവിടെ 3 മാത്രം വരുന്ന ഓപ്ഷൻ മാത്രമേ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ SK കോഹ്ലി കമ്മിറ്റിയും കാർവേ കമ്മിറ്റി എന്താണ്? ഇന്ത്യയിൽ ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ്. കാർവേ കമ്മിറ്റി നമ്മൾ NCERTയിൽ കൊടുത്തതാണ്. പിന്നെ സച്ചാർ കമ്മിറ്റി ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും സാമൂഹികമായുള്ള ആ ഒരു അവസ്ഥയെപ്പറ്റി പഠിക്കാൻ വേണ്ടി നിയമിച്ച കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇപ്പോൾ 2005 ആ കമ്മിറ്റി നിലവിൽ വന്നത്. ഇനി ഈ പറയുന്ന ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട കുറച്ച് കമ്മിറ്റികൾ പേര് പറയാൻ, ഒന്ന് SS കോഹ്ലി കമ്മിറ്റി, ഒന്ന് കാർവേ കമ്മിറ്റി, ഒന്ന് നായക് കമ്മിറ്റി, അതേപോലെ ആബിദ് ഹുസൈൻ കമ്മിറ്റി. ഈ പറയുന്ന കമ്മിറ്റികളൊക്കെ എന്താണ്? ചെറുകിട വ്യവസായവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. താഴെ പറയുന്ന ആസൂത്രണ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് ഇതല്ല അല്ലേ? ഇത് നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അഥവാ ദേശീയ വികസന സമിതിയുടെ ഡേറ്റാണ് 1952 ഓഗസ്റ്റ് 6 എന്ന് പറയുന്നത്. നമുക്കറിയാം ഇവിടെ 1950 മാർച്ച് 15 വന്നത്. ക്ലാസ്സിൽ പറഞ്ഞാണ്. ആദ്യ ഉപാധ്യക്ഷൻ ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ്റെ ഉപദേശക സമിതിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ താഴെ പറയുന്നത് ആസൂത്രണ കമ്മീഷനുമായി തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ ഉത്തരം? 1 മാത്രമാണ്. ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്. 50 നോക്കി, 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ്. നമ്മുടെ ഉത്തരം C ആണ്. അടുത്തത് 51, നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഏതാണ്? ഇതും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എല്ലാം ശരിയാണ്. 52, 2023 നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. കേരളമാണ്. നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ ആരാണ്? ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആരാണ് നിലവിലെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്? സുമൻ ബെറിയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ക്ലാസ്സിൽ നിങ്ങൾ റെഫർ ചെയ്യുക. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ നിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുമെന്ന് നമ്മൾ എവിടെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്? ആമുഖത്തിൻ്റെ തുടക്കമാണ് അല്ലേ? ആമുഖത്തിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. നിങ്ങൾ ആമുഖം ക്ലാസ് ഞാൻ ചെയ്തതാണ്, അവിടെ പോയി നോക്കുക. പിന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്ന എവിടെ വെച്ചാണ്? നമുക്കറിയാം 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചിട്ടാണ് നടന്നത് അല്ലേ? അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 55B. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റ് ഏതാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനം. ഈ സമയത്ത് ഒരു സമ്പൂർണ്ണ സമ്മേളനം നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ആ സമ്പൂർണ്ണ സമ്മേളനത്തിൽ ഇങ്ങനൊരു സംഭവം അംഗീകരിച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. അതും ശരിയാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിൽ നമുക്കറിയാം 1947 ജനുവരി 22 ഈ ലക്ഷ്യപ്രമേയം അംഗീകരിക്കുന്നത്. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1940 ഓഗസ്റ്റ് ഓഫർ പദ്ധതി അനുസരിച്ചാണോ? അല്ല. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞാണ് അല്ലേ? അപ്പോൾ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഏതാണ്? ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് 56B, 4 മാത്രം എന്ന് പറയുന്നത് 56B ആണ്. അടുത്ത നോക്കിയാൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കാൻ ഒരു ഭരണഘടനാ അസംബ്ലി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്? അത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഏതാണ്? സ്വരാജ് പാർട്ടിയാണ് തന്നിരിക്കുന്നതിൽ. ഓക്കെ, 57A. 58 എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പൗരത്വം എന്ന ഭരണഘടനാ വ്യവസ്ഥ 1946 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്നു. നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഭരണഘടന 3-ാം ഭാഗത്താണ്. 3-ാം ഭാഗം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. 2-ാം ഭാഗത്താണ് അല്ലേ? 1950 ജനുവരി 26 ഇന്ത്യൻ പൗരന്മാരായി തീർന്ന വ്യക്തികളെക്കുറിച്ച് മാത്രമേ ഭരണങ്ങൾ പറയുള്ളൂ. അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ശരിയാണ്. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. അതും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ പൗരത്വം എന്ന ഭരണഘടന. അപ്പോൾ ഇതിൽ തെറ്റേതാണ്? ശരിയായ ചോദിച്ചു. ശരിയായത് ഇപ്പോൾ 2 എന്തായാലും ഉത്തരത്തിൽ വരത്തില്ല. 2ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഉത്തരം ഏതാണ്? 58ൻ്റെ ഉത്തരം വരുന്നത് C ആണ്. 134. ഡീറ്റെയിൽ ആയിട്ട് എല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അടുത്ത നോക്കിയേ. അവിഭജന ഇന്ത്യ ശരിയായതാണ് ചോദിച്ചുള്ളത്. അവിഭജന ഇന്ത്യയിലെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗബലം 299 ആണോ? അല്ല. ഇത് വിഭജന ഇന്ത്യയിലാണ്. 389 ആയിരുന്നു ഇന്ത്യ വിഭജിക്കുന്നതിന് മുന്നേ ഉള്ള അംഗബലം എന്ന് പറയുന്നത്. ഓക്കെ,
ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207 ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത സ്ത്രീകളുടെ എണ്ണം 7 അല്ല, മൊത്തം എത്ര അംഗങ്ങളുണ്ടായിരുന്നു? വിഭജിച്ചതിന് ശേഷം തന്നെ 15 സ്ത്രീകളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ 15-ൽ ഏകദേശം 15 പേര് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ 59-ന്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. ശരിയായത് 2 മാത്രമാണ് ഇതിൽ ശരിയുള്ളത്. ആമുഖവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച കേസുകൾ അവയുടെ കാലഗണനാ ക്രമത്തിൽ രേഖപ്പെടുത്തും. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ആദ്യം വരുന്ന കേസ് ഏതാണ്? ബെറുബാറി. 1960-ലാണ് ബെറുബാറി. അപ്പോൾ അതിൽ ഭാഗമാണോ ഭാഗമല്ലേ എന്നൊക്കെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ബെറുബാറിൽ ഭാഗമല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. പിന്നെ 1973 കേശവാനന്ദ ഭാരതിയിൽ ഭാഗമാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് SR ബൊമ്മൈ കേസ് വരുന്നു. 1994 SR ബൊമ്മൈ കേസിൽ അവിഭാജ്യ ഘടകമാണെന്ന് പറയുന്നു. LIC ഓഫ് ഇന്ത്യ കേസ് തൊട്ടടുത്ത വർഷം 1995 വരുന്നു. അതിലും അവിഭാജ്യ ഘടകമാണെന്ന് പറയുന്നു. ഓക്കെ, ആ ഓർഡറിൽ വരുമ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് 60 ഏതാ വരേണ്ടത്? ഡി ആണ് വരേണ്ടത് അല്ലേ? ഇതാണ് ഡി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. 60 ഡി. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ? നമ്മൾ ഭരണഘടന ഭേദഗതിയിൽ ഈ പറയുന്ന അനുച്ഛേദം ഈ പറയുന്ന ഭേദഗതിയുമായി ബന്ധപ്പെട്ടതും അതിലെ അനുച്ഛേദങ്ങളൊക്കെ പറഞ്ഞതാണ്. 73-ാം ഭരണഘടനാ ഭേദഗതിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതും ശരിയാണ്. പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണ്ണയം സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനല്ല. ആരാണ് പകരം? സംസ്ഥാന അതിർത്തി നിർണ്ണയ കമ്മീഷനാണ് അത് ചെയ്യുന്നത്. നിലവിൽ ഷാജഹാനാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ. അതും ശരിയാണ് അല്ലേ? അപ്പോൾ ശരിയായ പ്രസ്താവന എന്ന് ചോദിക്കുമ്പോൾ ഏതാ വരിക? 61. 1ഉം 2ഉം 4ഉം ശരിയാണ് അല്ലേ? 61 ഏത് വരണം? അപ്പോൾ സി വരണം. 61 സി വരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം അതൊന്ന് കാണുക. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.